അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട മേഖലയാണോ? നഗരത്തിനടുത്തോ മറ്റോ ആണോ? നാഷണൽ ഹൈവേ ആണ്. നാഷണൽ ഹൈവേ ആണ്, കുറച്ച് ഉൾഭാഗമാണ്. എഫ്ഐആർ അവർ സ്വീകരിച്ചിട്ടില്ല. എഫ്ഐആർ അവിടെ സ്വീകരിച്ചിട്ടില്ല. പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് അവര് പറയുന്നത്? അവിടെ ഉള്ളത് വണ്ടി വാഹന ഒഫീഷ്യൽ ഓഫീഷ്യലായിട്ട് ഇവിടെ ഉള്ളത്. പോലീസിന്റെ ഭാഗത്ത് ഒരു സർക്കിളുണ്ട്. കർണാടകയിലെ അങ്കോളയിൽ അർജുൻ എന്ന പേരായിട്ടുള്ളൊരു കോഴിക്കോട് സ്വദേശി, അദ്ദേഹത്തിൻ്റെ 12 വീല് ലോറിയും തടിയും അപകടത്തിൽപ്പെട്ടു എന്നൊരു പ്രശ്നം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താവുന്ന വിധത്തിൽ അറിയിച്ചു. ഉടനടി സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിൽ നിന്നും അതിൻ്റെ ഭാഗമായിട്ടുള്ള STMAയിൽ നിന്നും ഞങ്ങളുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കർണാടക ഗവൺമെൻറ്റിന് അടിയന്തരമായിട്ടുള്ള സന്ദേശം പോയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. തെരച്ചിൽ വേണ്ടത്ര വേഗതയിലാകുന്നില്ല എന്ന് അവരുടെ ബന്ധുക്കൾക്കും അവരുടെ യൂണിയൻകാർക്കുമുള്ള പരാതി ഞങ്ങൾ അവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും വേഗതയിൽ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാം എന്നവരിപ്പോൾ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം വളരെ മന്ദഗതിയിലാണ്. അത് നടത്താൻ 2-3 ദിവസമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മഴ നിൽക്കാതെ മഴ പെയ്യാണ്. അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു, അടുത്തൊരു റിവറുണ്ട്, ഈ നദിയിലേക്ക് ഇത് പോയി എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞപ്പോഴാണ് ഈ കളക്ടറും നമ്മൾക്ക് മാധ്യമങ്ങളിലൂടെ കണ്ടുള്ളതേ ഉള്ളൂ, ബന്ധുക്കളുമായിട്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ സഹോദരിയായിട്ട് സംസാരിക്കും. അപ്പോൾ അവരും പറയുന്നത് ബെല്ലടിച്ചിരുന്നു ഫോണിൻ്റെ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെള്ളത്തിലല്ല എന്നൊരു നിഗമനത്തിലെത്താം. ഇവിടുന്ന് CM വിളിച്ചനുസരിച്ച് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ഓഫീസിൽ നിന്നും അതുപോലെ റവന്യൂ മന്ത്രി എല്ലാവരും വിളിച്ചു എന്ന് പറഞ്ഞു. കളക്ടർ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ അടക്കമുള്ളവർ, ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്ക് അപ്പം തന്നെ ഞാനൊരു വാട്സാപ്പിലൂടെ ഒരു കത്ത് പോലെ തയ്യാറാക്കി കൊടുത്തു. ഫുൾ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്. അപ്പോൾ കൊടുത്തിട്ടുണ്ട്. തിരച്ചിൽ എന്തായാലും അവർ ഊർജ്ജപ്പെടുത്താമെന്ന് പറയുന്നുണ്ട്. പക്ഷേ മഴയുടെ ഒരു പ്രശ്നമാണ് ഒരു തടസ്സമായിട്ട് പറയുന്നത്. എന്നാലും തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 പോർഷനാണ്. ആദ്യത്തെ പോർഷൻ അവർ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ പോർഷനിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ പോർഷനാണിത്. അത് കേരളത്തിൻ്റെ നമ്മുടെ സൗത്തിലേക്ക് വരുന്ന ഭാഗത്താണ് രണ്ടാമത്തെ പോർഷൻ. നോർത്തിൽ നിന്ന് അവർ ക്ലിയർ ചെയ്താണ് വരുന്നത്. കർണാടകത്തിലെ അങ്കോളയ്ക്ക് സമീപം ഷിരൂർ എന്ന സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടായത് ചൊവ്വാഴ്ച രാവിലെ 8:30 ലോറികൾ നിർത്തിയിട്ട് വിശ്രമിക്കുന്ന സ്ഥലത്തേക്കാണ് കുന്നിടിഞ്ഞു വീണത്. രക്ഷാപ്രവർത്തനം നടന്നെങ്കിലും കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവറെ കാണാനില്ലെന്ന് ആർക്കും അപ്പോഴൊന്നും വിവരമുണ്ടായിരുന്നില്ല. കുടുംബം സംശയം പറഞ്ഞതോടെ മാധ്യമങ്ങൾ ഈ വിവരം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. കർണാടകവുമായി ഏകോപിപ്പിച്ച് ഇന്ന് രാവിലെയാണ് രക്ഷാപ്രവർത്തനം വീണ്ടും തുടങ്ങിയത്. അതായത് 4 ദിവസമായിട്ട് ലോറി ഡ്രൈവറായ അർജുനെ കാണാനില്ല. അർജുൻ മണ്ണിനടിയിലാണ് അർജുന്റെ ലോറി മണ്ണിനടിയിലാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സമീപത്തുള്ള പുഴയിലേക്ക് ലോറി ഒഴുകിപ്പോയോ എന്നുള്ള സംശയമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ അല്ല, മണ്ണിനടിയിൽ തന്നെയാണെന്നാണ് GPS സംവിധാനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലും മെറ്റൽ ഡിറ്റക്ടർ പരിശോധനയും അതിനുശേഷം നടത്തുകയുണ്ടായി. സ്ഥലത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അർജുനെ കണ്ടെത്താനായി അർജുന്റെ ലോറി കണ്ടെത്തുന്നതിന് വേണ്ടി മണ്ണ് മാറ്റിക്കൊണ്ടുള്ള ഒരു വലിയ ദുഷ്കരമായ ഒരു രക്ഷാ ദൗത്യമാണ് ഷിരൂർ എന്ന സ്ഥലത്ത്. ഈ സ്ഥലം എന്ന് പറയുന്നത് കേരള കർണാടക അതിർത്തിയിൽ നിന്ന് ഏതാണ്ട് 280 കിലോമീറ്റർ അകലെയാണ്. മംഗലാപുരത്ത് നിന്ന് ഏതാണ്ട് 140-150 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലമുള്ളത്. അങ്ങോട്ടാണ്, ആ ദേശീയപാതയിലേക്കാണ് ഈ കൂറ്റൻ കുന്ന് ഇടിഞ്ഞു വീണത്. ദേശീയപാത നിർമ്മാണത്തിൽ ഇത്തരത്തിൽ കുന്നിടിച്ചുള്ള നിർമ്മാണമാണ് നടന്നുകൊണ്ടിരുന്നത്. അവിടെയാണ് മംഗലാപുരം പൂനെ ഹൈവേയിലാണ് ഇങ്ങനെ ഒരു വലിയ അപകടം ചൊവ്വാഴ്ച രാവിലെ ഉണ്ടായത്. തിങ്കളാഴ്ച രാത്രി വരെ അർജുനുമായിട്ട് വീട്ടുകാർ സംസാരിച്ചതാണ്. അതിനുശേഷവും അർജുൻ കൂട്ടുകാരുമായി സംസാരിച്ചിരുന്നു. ലോറി ഉടമയുമായിട്ടും അദ്ദേഹം സംസാരിച്ചതാണ്. പുലർച്ചെ 3 മണിയോടുകൂടി ഉറങ്ങാൻ പോവുകയാണ് ലോറിക്കുള്ളിൽ എന്ന് പറഞ്ഞാണ് ഫോൺ കട്ട് ചെയ്തത്. അതിനുശേഷം പിന്നെ അർജുനെ കുറിച്ച് വിവരമില്ല. പക്ഷേ അർജുന്റെ മൊബൈൽ ഫോൺ ബെല്ലടിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലോറിയുടെ, ഭാരത് ബെൻസ് ലോറിയാണ്, ലോറിയുടെ GPS സംവിധാനവും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരവുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു അങ്ങോട്ടുള്ള യാത്രയിലാണല്ലോ ഷിരൂരിലേക്ക്. എത്ര മണിയോടുകൂടി ഷിരൂരിലെത്താൻ കഴിയുമെന്നാണ് അപ്പോൾ കരുതുന്നത്? എന്താണിപ്പോൾ കാലാവസ്ഥ? ഈ സ്ഥലത്ത് ഷിരൂരിൽ എങ്ങനെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ? മഞ്ജുഷേ, നമ്മളിപ്പോൾ ഷിരൂർ എത്തിക്കഴിഞ്ഞു. പക്ഷേ അങ്കോള ഭാഗത്താണ് നമുക്ക് പോകേണ്ടത്. ആ ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനമൊക്കെ നടക്കുന്നത്. ആ ഭാഗത്താണ്. ഏകദേശം 40 കിലോമീറ്റർ ചുറ്റി വേണം അവിടത്തേക്ക് പോകാൻ. ഇപ്പോൾ ലോറി ഉടമയായ മനാഫ് ഉണ്ട്. മനാഫ്, ഞങ്ങളുടെ പ്രതിനിധി KV ബൈജു ആ കൃത്യം സ്പോട്ടിലേക്ക് എത്തിയിട്ടില്ല. മനാഫ് ഇപ്പോൾ എവിടെയാണുള്ളത്? എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി? സാറേ, മനാഫ് അല്ല സാറേ, അത്താഫാണോ?
അൽഫാണ്. അൽഫു, പറഞ്ഞോളൂ. മനാഫിന്റെ സഹോദരനല്ലേ? മനാഫിന്റെ സഹോദരനല്ലേ? അതെ അതെ അതെ. ശരി, പറഞ്ഞോളൂ. നിങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ടല്ലേ, സ്ഥലത്തുണ്ടല്ലേ? മനാഫും ഉണ്ട്. അതെ, മനാഫ് കുറച്ച് അപ്പുറത്തുള്ളത്. ആ ശരി, താങ്കൾ പറഞ്ഞോളൂ, എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? ഇപ്പം ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ലൊക്കേറ്റ് ചെയ്ത ഭാഗത്തൊന്നും ഒരു മാന്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് സ്റ്റോപ്പ് ചെയ്ത് ഇപ്പൊ രണ്ടാമത് ഇപ്പൊ വന്നതാ. ഇപ്പം കുറച്ച് റെസ്ക്യൂ ടീം വന്നിട്ടുണ്ട്, കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പം തുടങ്ങുമെന്ന് പറയുന്നുണ്ട് അവരിപ്പോ. ഇപ്പൊ മഴ കുറച്ച് മാറി നിന്നിട്ടുണ്ട്. ഇപ്പൊ എന്താണ് ഇപ്പോൾ ഈ യന്ത്രസാമഗ്രികളൊക്കെ കൊണ്ടുവന്നുള്ള മണ്ണ് നീക്കുന്ന ജോലിയാണോ? അതായത് കഴിഞ്ഞ ദിവസം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ രാവിലെ മുതൽ തന്നെ എന്താണ് ഇന്നത്തെ ഒരു മുഴുവൻ ചിത്രം താങ്കളൊന്ന് പറയാമോ, അവിടെ ചെന്നതിന് ശേഷം കണ്ടത്? രാവിലെ ഒന്നും നമുക്ക് ഇങ്ങോട്ട് വരാൻ കിട്ടിയിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാല് നമുക്ക് കേരളത്തിൽ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് ഇപ്പുറത്താണുള്ളത്. അപ്പൊ ഒരു 45 കിലോമീറ്റർ റൗണ്ട് അടിച്ചിട്ടാണ് ഇവിടെ ഈ സൈഡ് വന്നത്. അപ്പം ഇപ്പം നമ്മളിപ്പോ അവര് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിനി, പക്ഷെ വന്നു നോക്കുമ്പോ ഒന്നും തുടങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ മണ്ണ് നീക്കുന്നില്ലേ ഇപ്പോൾ? മണ്ണ് നീക്കുന്നില്ലേ ഇപ്പോൾ? മണ്ണ് ഇപ്പൊ കുറച്ച് ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നീക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവര്. പക്ഷെ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ആ ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ രാത്രി ആവുന്നതോടുകൂടി ഈ മണ്ണ് നീക്കുന്ന ജോലി നിർത്തിവെക്കേണ്ടി വരുമോ? അങ്ങനെ എന്തെങ്കിലും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടോ? ഇല്ല, അങ്ങനൊന്നും പറയുന്നില്ല. അവരെന്തായാലും ഇന്ന് തന്നെ അത് കണ്ടെത്തിയിട്ട് പോകുന്നൊക്കെ നേരത്തെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ സമാധാനിച്ച് പോയതായിരിക്കും എന്ന് വിചാരിക്കുന്നു ഞാന്. ഈ ലോറിയുടെ GPS സംവിധാനം അത് ഏറ്റവും ഒടുവിൽ എപ്പോൾ കിട്ടി? അങ്ങനെ എന്തെങ്കിലും പുതിയ വിവരം അൽഫിന്റെ കയ്യിലുണ്ടോ? എന്താണ് അതിന്റെ? GPS നമുക്ക് അപ്പം തന്നെ ആ സമയത്ത് കിട്ടിയതാണ്. പക്ഷെ ആ GPS എന്തായാലും അവിടുന്ന് ലോറി മണ്ണൊന്നും നീങ്ങിയിട്ടില്ല. അവിടെ തന്നെ ഉണ്ടാവുമല്ലോ, സ്പോട്ടിൽ തന്നെ ഉണ്ടാവും. വേറെ മണ്ണിടിച്ചിലൊന്നും നടന്നിട്ടില്ലല്ലോ. പക്ഷെ പിന്നെ മണ്ണിടിയോ എന്നുള്ള സംശയമുണ്ടല്ലേ ഇവർ ഈ രക്ഷാപ്രവർത്തന? സംശയമുണ്ട്, അതും കൂടി ഉണ്ട്. അതും കൂടി നമ്മൾ അങ്ങനെ പറയുന്നുണ്ടേ. അതുകൊണ്ടാണ് ഇപ്പൊ എന്തായാലും അവിടുന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു JCB വെച്ച് മാറുന്ന കാണുന്നുണ്ട് ഞാന്. ശരി, ഞാൻ കൂടുതൽ വിവരത്തിന് പിന്നീട് വിളിക്കാം. ബൈജു കൂടി ചേരുകയാണ്. ബൈജു, ഇപ്പോൾ ഈ വൈകിട്ടോടുകൂടി രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുമോ എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നുവല്ലോ, അത് അങ്ങനെയല്ല. എത്ര വൈകിയാലും മണ്ണ് നീക്കുന്ന ജോലി പുരോഗമിക്കും എന്ന് തന്നെയാണോ ഇപ്പോൾ പറയുന്നത്? മഞ്ജുഷ, നമുക്ക് ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം 9 മണി വരെ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം തുടരുമെന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുന്നത്. ഇതിനായി വലിയ ബൾബുകൾ, ലൈറ്റുകൾ ഇവിടെ സ്ഥാപിക്കും. ഇപ്പോൾ 6 മണി വരെയായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്, പിന്നീട് അത് 7 മണി വരെയായി. ഏതായാലും 9 മണി വരെ രക്ഷാപ്രവർത്തനം തുടരും. മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധന, ഒപ്പം JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തികൾ, മണ്ണ് വലിയ ലോറികളിലാക്കി ഇവിടുന്ന് കടത്തി കൊണ്ടുപോകുന്ന സ്ഥിതിയാണുള്ളത്. എന്തായാലും ഈ മുഴുവൻ മണ്ണ് മാറ്റി ഇത്തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനം സാധ്യമല്ല എന്നാണ് അധികൃതർ പറയുന്നത്. കാരണം അതിന് ഒരാഴ്ചയെങ്കിലും സമയമെടുക്കും. അതുകൊണ്ട് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് ഈ ലോറി കണ്ടെത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണുള്ളത്. എന്തായാലും ഇന്ന് 9 മണി വരെ ഇത്തരത്തിൽ തിരച്ചിൽ ഉണ്ടാകും. എന്തായാലും നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ അതിന് തൊട്ട് സമീപത്താണ്. പക്ഷേ നമ്മൾക്ക് ചുറ്റി സഞ്ചരിച്ച് 45ഓളം കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ച് അങ്കോള ഭാഗത്തേക്ക് എത്തിയാൽ മാത്രം ആ ഭാഗങ്ങളിലാണ് ഈ സംഭവം, രക്ഷാപ്രവർത്തനമൊക്കെ പുരോഗമിക്കുന്നത്. ആ ഭാഗത്തേക്കാണ് എത്തേണ്ടത്. എന്തായാലും ഇപ്പോൾ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ജനപ്രതിനിധിയുടെ ഭാഗത്തുനിന്നും ഒക്കെയുള്ള സമ്മർദ്ദമായിരിക്കണം 9 മണി വരെ ഈ രക്ഷാപ്രവർത്തനം തുടരും എന്ന് പറയുന്നു. ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 16-ാം തീയതി അതായത് ചൊവ്വാഴ്ച ഈ സംഭവം നടന്ന് ഇത്രയും ദിവസമായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനം ഇവിടെ നടന്നു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അത്രയും ഒരു അലംഭാവം ഈ സർക്കാരിന്റെ ഈ ഭാഗത്ത് നിന്ന്, അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ ഭാഗത്തൊക്കെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പല ഇടങ്ങളിലും ഇത്തരത്തിൽ അശാസ്ത്രീയമായി കുന്നിടിച്ചാണ് ഈ പുതിയ ദേശീയപാത ഇപ്പോൾ പണിതിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ അപകടം ഈ പ്രദേശങ്ങളിലെല്ലാം കാണാം. അത് മാത്രമേ ഇപ്പോൾ വലിയ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് തന്നെ വീണ്ടും ഒരു മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് എന്നാണ് അധികൃതർ പറയുന്നത്. ഏതായാലും മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ സംഭവം കൃത്യമായി നടന്ന സ്ഥലത്തേക്ക് മാധ്യമങ്ങളെ ഉൾപ്പെടെ ഇപ്പോൾ കയറ്റിവിടുന്നില്ല, ആരെയും തന്നെ കയറ്റിവിടുന്നില്ല. മണ്ണിടിച്ചൽ ഭീഷണി ഉണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും മഴ അല്പം മാറി നിന്നിട്ടുണ്ട്, അത് വലിയൊരു ആശ്വാസം തന്നെയാണ്. എന്നാലും ഓരോ മണിക്കൂറും വിലപ്പെട്ടത് തന്നെയാണ്. അർജുനെ ജീവനോടെ തിരിച്ചു കിട്ടുമെന്നൊരു പ്രതീക്ഷയാണ്. ഈ സമീപത്തേക്കുള്ള പുഴയിലേക്കും മണ്ണിടിഞ്ഞു വീണിരിക്കുകയാണല്ലോ. അവിടെയും പല സ്ഥലങ്ങളിലും ഈ പുഴ മറിഞ്ഞു തന്നെ
മണ്ണിടിഞ്ഞു കിടക്കുകയാണ്. ഈ മണ്ണിടിച്ചിൽ എന്നല്ല, ഒരു കുന്ന് തന്നെ ഇടിഞ്ഞു വീണിരിക്കുകയാണല്ലോ ആ ഭാഗത്ത്. ഇതിപ്പോൾ പുഴയിലില്ല ലോറി എന്നുള്ള കാര്യം ഉച്ചയോടുകൂടി തന്നെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇല്ലേ? പിന്നെയുള്ളത് GPS സംവിധാനം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഇന്ന് രാവിലെയും സിഗ്നൽ കിട്ടി എന്നാണ്. അപ്പോൾ വാഹനം ഓണായിട്ടുണ്ട്. പിന്നെയുള്ളത് മൊബൈൽ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് എന്ന് കുടുംബവും പറയുന്നുണ്ടായിരുന്നു, ഇന്ന് രാവിലെയും അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു അനുകൂല ഘടകം എന്ന രീതിയിലാണല്ലോ. എന്തായാലും മണ്ണിനടിയിൽ തന്നെയാണ് ലോറി എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സംശയമില്ലല്ലോ, അല്ലേ? അക്കാര്യം സ്ഥിരീകരിച്ച് തന്നെയല്ലേ മുന്നോട്ട് പോകുന്നത്? മഞ്ജു, തീർച്ചയായും ഇതിൽ ഏറ്റവും പ്രധാനം പുഴയിലേക്ക് മറിഞ്ഞിട്ടില്ല, ഒഴുക്കിൽ പെട്ടിട്ടില്ല എന്ന് അധികൃതർ സ്ഥിരീകരിക്കുന്നുണ്ട്. നേവിയുടെ മുങ്ങൽ വിദഗ്ധർ ഇത്രയും സമയം തെരച്ചിൽ നടത്തിയിരുന്നു. അതിൽ നിന്നും അവർ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തി. അവരുടെ തെരച്ചിൽ ഇപ്പോൾ നിർത്തിയിരിക്കുന്നു. എന്നാലും ഈ മണ്ണിനടിയിൽ തന്നെയാണ് ഈ ലോറി ഉള്ളത് എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ വലിയ പല പ്രദേശങ്ങളിലായി വലിയ കുന്നിടിഞ്ഞ് വീണ ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് ഈ കൃത്യമായി ഏത് ഭാഗത്താണ് അല്ലെങ്കിൽ ഇത്രയും താഴ്ചയിലാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതിന് വലിയ പരിശ്രമം തന്നെ വേണം. എന്തായാലും ഇപ്പോൾ നിലവിൽ 2-3 JCB മാത്രം കൊണ്ടാണ് ഇത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്യുന്നത്. അതിലപ്പുറം വലിയ തോതിലുള്ള ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇത് വേഗത്തിൽ സാധിക്കൂ. എന്നാലും ഇനി ഓരോ മണിക്കൂറും വിലപിടിച്ചതാണ്. കാരണം 75 മണിക്കൂറായി അർജുനെ കാണാതായിട്ട്. ലോറിയും അർജുനും ഈ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ 75 മണിക്കൂറിലേറെയായി. ഇന്നലെ രാത്രി വരെ എഞ്ചിൻ ഓൺ ആയിരുന്നു. അത് മാത്രമല്ല AC വർക്ക് ചെയ്യുന്ന ഉണ്ടായിരുന്നു. അത് ഡീസൽ പകുതി ടാങ്ക് ഉണ്ടായിരുന്നു എന്ന് ഈ വെൻസ് കമ്പനി അധികൃതർ നടത്തിയ പരിശോധന കണ്ടെത്തി. ഒപ്പം GPS സിഗ്നലും ഈ സ്ഥലത്ത് തന്നെയാണ് ലഭിച്ചത്. ഇതിൽ ആശ്വാസം നേരത്തെ മഞ്ജു സൂചിപ്പിച്ചതുപോലെ തന്നെ മൊബൈൽ ഫോണാണ്. രാവിലെ 8 മണിക്ക് വിളിച്ചപ്പോൾ ഈ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഫോൺ എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് വലിയ ആശ്വാസമായിരുന്നു. എന്തായാലും അർജുനെ ജീവനോടെ തിരിച്ചു വരും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും പുലർത്തുന്നത്. മറ്റ് പ്രതികൂല ഘടകങ്ങളില്ല. പക്ഷേ കാലാവസ്ഥ ഏതെങ്കിലും തരത്തിൽ ഇനി വലിയ മഴ വരുന്ന സാഹചര്യത്തിലേക്ക് വന്നാൽ തിരച്ചിൽ ഇപ്പോൾ ഏത് സമയത്തും നിർത്തുന്ന ഒരു സാഹചര്യമാണ്. നിലവിൽ 9 മണിവരെ തിരച്ചിൽ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചത്. ശരി ബൈജു, കൂടുതൽ വിവരങ്ങൾക്ക് വീണ്ടും വിളിക്കാം. ബൈജു, എന്തായാലും അവിടെ എത്തുവാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയാം. ഷിരൂരിൽ എത്തിയിട്ടുണ്ടല്ലേ? അവിടെ നിന്ന് ചുറ്റി അങ്കോള അല്ലേ ആ ഭാഗത്തേക്ക് പോകണം. അതായത് ഒരു വശത്തേക്ക് മണ്ണിടിഞ്ഞ് കിടക്കുന്നതിനാൽ അങ്ങോട്ട് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു, മറുവശം ചുറ്റി വരണം അല്ലേ? അങ്ങനെയാണല്ലോ, അതാണ് ബുദ്ധിമുട്ടുണ്ടേ. തീർച്ചയായും മഞ്ജുഷ, അതെ, ഷിരൂർ നമ്മൾ എത്തിക്കഴിഞ്ഞു. 40 കിലോമീറ്ററിനകത്ത് മാത്രമേ ഇനി സഞ്ചരിക്കാനുള്ളൂ. അങ്കോള ഭാഗത്താണ് എത്തുന്നത്. ആ ഭാഗത്താണ് ഈ മണ്ണ് നീക്കം ചെയ്ത് ലോറികളിലൊക്കെ കൊണ്ടുപോകുന്നത്. ആ പ്രദേശത്ത് എത്തി ഈ സംഭവ സ്ഥലത്തേക്ക് എത്തണം. ഏതായാലും ഈ സംഭവം ഉണ്ടായെന്ന് പറയുന്നത് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് ആരെയും തന്നെ കയറ്റി വിടുന്നില്ല. അതിന് സമീപത്ത് നമുക്ക് എത്താൻ സാധിക്കും. അല്പ സമയത്തിനകം തന്നെ അവിടെ എത്താൻ സാധിക്കും. മഞ്ജു, ശരി ബൈജു, അവിടെ മനാഫ്, അദ്ദേഹം ഈ ലോറി ഉടമയാണ്. ഈ അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമയാണ് മനാഫും സഹോദരൻ അൽത്താഫും ആദ്യം സംസാരിച്ചത് അദ്ദേഹമാണ്. അൽത്താഫാണ് ആദ്യം സംസാരിച്ചത്. അതിന് സമീപത്തെത്തിയിട്ടുണ്ട്. അവർ ആ സ്പോട്ടിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ അവിടെ കുറച്ച് മാറി നിൽക്കുകയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ഇപ്പോൾ രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. മണ്ണ് നീക്കുന്ന ജോലികൾ പുരോഗമിക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും അവർ അയക്കുന്നുമുണ്ട്. ഇപ്പോൾ ഷാജി PM, റിട്ടയർഡ് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ, അദ്ദേഹം ചേരുന്നു. ദുരന്ത നിവാരണത്തിൽ വിദഗ്ധനായ ശ്രീ സുഭാഷ് ചന്ദ്രബോസ് ഉണ്ട്. പൊതുപ്രവർത്തകനായ ഡിജോ കാപ്പൻ ചേരുന്നുണ്ട്. ആദ്യം ശ്രീ ഷാജി PM, താങ്കളുടെ കാലത്താണല്ലോ ഈ GPS സംവിധാനത്തിൻ്റെ ഒരു തുടക്കം തന്നെ ഉണ്ടായത്. താങ്കൾ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരുന്ന സമയത്ത് അല്ലേ ഉണ്ടായിരുന്നു. എത്രത്തോളം കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും ഇപ്പോൾ ഈ GPS സംവിധാനം വാഹനങ്ങളിൽ? പ്രത്യേകിച്ച് ഹെവി വാഹനങ്ങളിൽ വേണമെന്നുള്ള കാര്യം നിർബന്ധമാണല്ലോ. ഭാരത് ബെൻസിലാണെങ്കിൽ ഇത് ഇൻബിൽറ്റ് ആണല്ലോ അല്ലേ? അതെ, അല്ല, നമ്മളിത് തുടങ്ങുന്നത് 2015-16 കാലഘട്ടമല്ല. അപ്പം അന്ന് ഈ സ്റ്റേ ഗാരേജ് വാഹനങ്ങളെ മോണിറ്റർ ചെയ്യാനെന്നുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അത് തുടങ്ങിയത്. പിന്നീട് ഗവൺമെൻറ് പല ഘട്ടങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് വന്നപ്പോഴത്തേക്കും എല്ലാ പബ്ലിക് സർവീസ് വർക്കുകളും, അതായത് പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്ന എല്ലാ വാഹനങ്ങളിലും GPS ഘടിപ്പിക്കണമെന്ന് നിഷ്കർഷിച്ചുകൊണ്ട് ഉത്തരവ് വന്നു. അപ്പോൾ അന്ന് ഇൻ യൂസ് വെഹിക്കിൾസിന് ഈ സാധനം ഇല്ലാത്തതുകൊണ്ട് ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള GPS വാങ്ങി ഘടിപ്പിക്കാമെന്നും അതിൽ നിന്ന് ഉള്ള സിഗ്നലുകൾ നമ്മുടെ കൺട്രോൾ റൂമിലേക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഫെസിലിറ്റേഷൻ വേണമെന്നുള്ളതൊക്കെ ആയിരുന്നു പറഞ്ഞത്. അങ്ങനെയാണ് 2018-19 കാലഘട്ടത്തിൽ അത് ഇനാഗുറേറ്റ് ചെയ്തത്. അന്ന് ഒരു സാമ്പിൾ എന്നുള്ള നിലയിൽ കുറച്ച് വണ്ടികളെ മാത്രം ആഡ് ചെയ്തിട്ടാണ് ചെയ്തത്.
ഇത് സ്റ്റേറ്റിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സംരംഭമായിരുന്നു സുരക്ഷാമിത്ര എന്നുള്ളൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഇത്തരം വണ്ടികളെ മോണിറ്റർ ചെയ്യാനായിട്ട്. അതായത് നമ്മുടെ ഡൽഹിയിലുണ്ടായ നിർഭയ കേസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇത് ആരംഭിച്ചത് തന്നെ. അപ്പോൾ ഇങ്ങനെ പാസഞ്ചർ വെഹിക്കിളിലെ യാത്രക്കാർക്ക് അല്ലെങ്കിൽ അതുമായിട്ട് അതിൽ പോകുന്ന ആളുകൾക്ക് സുരക്ഷ ഒരുക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അപ്പോൾ അതിനു വേണ്ടിയുള്ള സംവിധാനം എല്ലാം എത്തുന്നുണ്ട്. ഈ വണ്ടികളുടെ നീക്കം മോണിറ്റർ ചെയ്യാനായിട്ടുള്ള സംവിധാനവും അതിൽ പറഞ്ഞാൽ യാത്രക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ ഭീഷണി ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ അപകടം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് ഈ കൺട്രോൾ റൂമിലേക്ക് മെസ്സേജ് അയക്കാനായിട്ടുള്ള പാനിക് ബട്ടൺ സംവിധാനം എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ പ്രൊജക്റ്റ് വിഭാവന ചെയ്തതും അത് നടപ്പാക്കിയത്. 2019 കാലഘട്ടത്തിൽ അതിൻ്റെ ശൈശവ ദശയിൽ അത് ഏകദേശം നമ്മൾ ടെസ്റ്റ് ചെയ്തത് റെഡിയായിട്ട് വന്നിരുന്നു. പിന്നീട് ഗവൺമെൻറ് പറഞ്ഞു മാനുഫാക്ചറർമാർ തന്നെ ഈ GPS സംവിധാനം അതിൽ നിർമ്മിച്ച് ഘടിപ്പിച്ചിട്ട് വേണം വാഹനം വിൽക്കാൻ എന്ന് വന്നപ്പോഴത്തേക്കും കുറച്ചും കൂടി ആധുനികമായിട്ടും അല്ലെങ്കിൽ കുറച്ചും കൂടി സാങ്കേതിക മികവോടുകൂടി തന്നെ അത് വരികയും ചെയ്തു. അതനുസരിച്ചുള്ള സംവിധാനം നമ്മുടെ കൺട്രോൾ റൂമിലും ചെയ്തു. അത് ഒരു ആദ്യം ഉണ്ടായതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വീണ്ടും ഒരു ചേഞ്ച് മൊത്തം സിസ്റ്റത്തിൽ വരുത്തേണ്ടിയും വന്നു. അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ അതിൻ്റെ പ്രൊജക്റ്റ് ഡിലേ വന്നത്. എങ്കിലും മോണിറ്ററിംഗ് സംവിധാനം നമ്മൾ ചെയ്യുന്നു. എല്ലാ ജില്ലകളിലും ഈ വാഹനത്തിന്റെ ആണെങ്കിൽ ഈ ലോറിയുടെ ആണെങ്കിൽ കാണാതായ ഈ ലോറിയുടെ GPS സംവിധാനം വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലോറി ഉടമയ്ക്കും ഇത് അറിയാവുന്നതാണല്ലോ. അപ്പോൾ ഇത് എവിടെ പോയി എന്നുള്ള ഒരു അന്വേഷണം വന്നില്ല എന്ന് പറയും. അല്ല, ഇത് GPS സംവിധാനം ഇതിന്റെ സിഗ്നൽ കിട്ടുന്ന ആ ലൊക്കേഷൻ അത് ജിയോ ഫെൻസിങ് ചെയ്തിട്ടുള്ള ഇതായതുകൊണ്ട് ലൊക്കേഷൻ എവിടം വരെ ഉണ്ട് എന്നുള്ളത് ലാസ്റ്റ് സിഗ്നൽ കിട്ടിയ അവിടം വരെ നമുക്കിത് മോണിറ്റർ ചെയ്യാൻ പറ്റും. എവിടെ വെച്ചിട്ടാണ് ഇത് അപ്രത്യക്ഷമാകുന്നത് അല്ലല്ല നമ്മളിപ്പോൾ ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം സിഗ്നൽ കിട്ടുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ഇത് മൂവ് ചെയ്യുന്നില്ല. അവിടെ നിശ്ചലമായിട്ട് നിൽക്കുന്ന ആ സിഗ്നലാണ് കാണിക്കുന്നത്. അവിടെ വെച്ചിട്ട് ആ വണ്ടി അല്ലെങ്കിൽ ആ വാഹനം അവിടെ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. വാഹനം ഓണായിരിക്കണം. അല്ലെങ്കിൽ പോലും കിട്ടും. ഇനി ഇതിൽ എൻജിൻ ഓഫായാൽ പോലും നമുക്ക് അറിയാൻ പറ്റും, എൻജിൻ ഓൺ ചെയ്യുമ്പോഴും അറിയാൻ പറ്റും, ഇത് മൂവ് ചെയ്യുമ്പോഴും അറിയാൻ പറ്റും. അതിനുള്ള എല്ലാ സംവിധാനവും അതിൻ്റെ അകത്തുണ്ട്. ഇനി ഇതിനകത്തുള്ള ആൾക്ക് എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ എന്ന് വെച്ചിട്ട് പാനിക് ബട്ടൺ അതിൻ്റെ അകത്തുണ്ടെങ്കിൽ അത് ആ അലേർട്ട് ഇവിടെ തരാനായിട്ടുള്ള സംവിധാനം എല്ലാം അതിൻ്റെ അകത്ത് ഉണ്ട്. ഈ സിസ്റ്റത്തിൽ മൊത്തമുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ ഇത് സിഗ്നൽ ബ്രേക്ക് ആവുന്നത് ഈ സാറ്റലൈറ്റിൽ നിന്നുള്ള കണക്ടിവിറ്റിയും ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ള സിമ്മും കാര്യങ്ങളൊക്കെ അത് വിച്ഛേദിച്ചാൽ മാത്രമാണ് സിഗ്നൽ ഇല്ലാതാക്കുക. അല്ലെങ്കിൽ സിഗ്നൽ ലഭ്യമാകും. ഇതിപ്പോൾ സിഗ്നൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ സംവിധാനം വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് താങ്കൾക്ക് ഈ അപകടത്തിൽ എന്താണ് മനസ്സിലാവുന്നത്? ഇപ്പോൾ താങ്കളുടെ ഒരു നിഗമനം വെച്ച് നോക്കുമ്പോൾ അവിടെ വരെയുള്ള സിഗ്നൽ ലഭ്യമാണെന്നാണ് നമുക്ക് അറിയാവുന്നത്. ആ ഈ പറയുന്ന ഡിസാസ്റ്റർ ഉണ്ടായ ആ സ്ഥലം വരെയുള്ള സിഗ്നൽ വണ്ടിയുടെ ഇതുണ്ട്. പിന്നീട് ഒരു മൂവ്മെന്റ് അതിൻ്റെ അകത്ത് കാണുന്നില്ല. ലൈവായിട്ടുള്ള ഇത് കാണുന്നുണ്ട്. ഇനി ഈ കാലാവസ്ഥ കൊണ്ടും ഈ മണ്ണ് വീണതുകൊണ്ടും ഈ ഇതിൻ്റെ കണക്ടിവിറ്റി ബ്രേക്ക് ആയാൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ മൊബൈലിൻ്റെ ചാർജ് തീർന്നു പോയാൽ, ബാറ്ററിയുടെ ചാർജ് തീർന്നു പോയാലൊക്കെ ഡിസ്കണക്ട് ആയിപ്പോകും. പക്ഷേ ഇത് ലൊക്കേറ്റ് ചെയ്യാൻ ഇത് എന്തായാലും സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞ ദിവസം ലൊക്കേറ്റ് ചെയ്യാമായിരുന്നു. ഈ കാര്യം ഇത് ആരും അറിയാതെ പോയി എന്നുള്ളതൊരു അത്ഭുതകരമായി. അതെ, 3 ദിവസം കഴിഞ്ഞാണ് അറിയുന്നത്. അതെ, അത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം തന്നെ നമ്മുടെ കൺട്രോൾ റൂമിൽ ബന്ധപ്പെടുകയും ഇനി ആ ഡ്രൈവർക്ക് തന്നെ അലേർട്ട് തരാമായിരുന്നു. ഇങ്ങോട്ട് ഡിസാസ്റ്റർ ഉണ്ട്, ഞാൻ ഇതിൻ്റെ അകത്ത് പെട്ടുപോയി. അയാൾക്ക് ബോധവും ഉണ്ടെങ്കിൽ, ഓർമ്മയും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇതിൻ്റെ അകത്ത് ഇത് വഴിയുണ്ടെങ്കിൽ ഇതിലേക്ക് അലേർട്ട് തരാനുള്ള സംവിധാനമുണ്ട്. ഇത് ഇങ്ങനൊരു ഡിസാസ്റ്റർ ഉണ്ടായ ലൊക്കേഷൻ നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ലൊക്കേഷനിൽ ഇതിൽ പാസ് ചെയ്ത വാഹനങ്ങളുടെ എല്ലാം മോണിറ്റർ ചെയ്ത് ആ ലൊക്കേഷനെ മോണിറ്റർ ചെയ്തിട്ട് അവിടെ എവിടെയാണ് ഈ പർട്ടിക്കുലർ വാഹനം, ഏതൊക്കെ വാഹനങ്ങൾ അവിടെ ഹോൾഡ് ആവുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ശ്രീ ഡിജോ കാപ്പനുണ്ട്. ശ്രീ ഡിജോ കാപ്പൻ, താങ്കൾക്ക് ഈ അപകടത്തിൽ എന്താണ് മനസ്സിലാവുന്നത്? ഈ 3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഈ രക്ഷാപ്രവർത്തനം നടത്തേണ്ട ഒരു കാര്യം വന്നിരിക്കുകയാണ്. അവിടെ നേരത്തെ തന്നെ അവിടെ ഈ മണ്ണ് നീക്കുന്ന ജോലിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഉപേക്ഷിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നീട് മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് കേരള സർക്കാർ അറിഞ്ഞതിന് ശേഷമാണ് ഇന്ന് രാവിലെ വീണ്ടും തുടങ്ങിയത്. ഇത് ദേശീയപാതയിലാണ് സംഭവം നടന്നത്. എന്നിട്ടും ഇതൊരു അനാസ്ഥയാണോ സംഭവിച്ചിരിക്കുന്നത്? അല്ല മഞ്ജുഷേ, രക്ഷാപ്രവർത്തനം സാധ്യമല്ല ഇപ്പോഴത്തെ പ്രതികൂല കാലാവസ്ഥയിൽ എന്ന കർണാടക പോലീസിന്റെ നിലപാട് സത്യത്തിൽ വേദനാജനകമാണ്. ഇങ്ങനെയുള്ള സമയങ്ങളിലാണല്ലോ നമുക്ക് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഫയർഫോഴ്സും പോലീസിന്റെയൊക്കെ ഒരു വിഭാഗത്തിനെ തന്നെ നമ്മളെപ്പോഴും നികുതിദായകരുടെ പണം ഉപയോഗിച്ച് തീറ്റിപ്പോറ്റുന്നത്. പക്ഷെ എന്നിട്ടും
ആ ഒരു നിലപാട് എന്തുകൊണ്ട് കർണാടക സർക്കാർ എടുക്കുന്നു, അതിനി കേരളത്തിൽ നിന്നുള്ള ലോറി ആയതുകൊണ്ടാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകുന്നു. എന്തായാലും ചൊവ്വാഴ്ച തന്നെ ഇവർ പരാതി കൊടുത്തിരുന്നു. എന്നിട്ട് ചൊവ്വാഴ്ച തന്നെ തെരച്ചിൽ തുടങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും മലയിടിച്ചിൽ ഉണ്ടാകുമായിരുന്നില്ലെന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. ഇക്കാര്യത്തിൽ കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും വളരെ സമ്മർദ്ദം ചെലുത്തേണ്ട ഒരു സ്ഥിതിയിൽ തന്നെയാണ്. എന്തായാലും ഒരു മനുഷ്യജീവൻ, അതുകൂടാതെ വേറെയും വാഹനങ്ങൾ അവിടെ കിടപ്പുണ്ടെന്നാണ് അറിയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ അടിയന്തര നടപടികൾ, റഡാർ പോലെയുള്ള ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഈ വാഹനം എത്രമാത്രം അടിയിലാണ് കിടക്കുന്നത് എന്ന് കണ്ടെത്തണം. എന്തായാലും ലോറി നദിയിൽ എത്തിയിട്ടില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ്. മെറ്റൽ ഡിറ്റക്ടർ പരിശോധന നടത്തിയിട്ടുണ്ട്, അതിലും ഇത് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മണ്ണിനടിയിൽ എന്നുള്ള കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ 3 ദിവസം എന്നുള്ളത് വിലപ്പെട്ട ദിവസങ്ങളായിരുന്നുവല്ലോ, അത് ആണ് ഇതിനകത്ത് ഏറ്റവും പ്രയാസകരമായ ഒരു സംഭവമായിട്ട് ഒരു മനോവിഷമം ഉണ്ടാക്കുന്നതും ഇല്ലേ? കാരണം ഈ ദേശീയപാതയിലാണ്, വാഹനങ്ങൾ കടന്നു പോകുന്ന സ്ഥലമാണ്, ലോറികൾ യഥേഷ്ടമുള്ള സ്ഥലമാണ്, കുന്നുകൾ ഏത് സമയത്തും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് ദേശീയപാതകളുടെ സ്ഥിതി. പുതിയ ദേശീയപാതകളുടെ നിർമ്മാണം ആ രീതിയിൽ ആണല്ലോ. അങ്ങനെ ഒരു സ്ഥലത്ത് രക്ഷാപ്രവർത്തനം ഇട്ടിട്ട് പോവുക എന്ന് പറഞ്ഞതാണ് ഇവിടെ ഈ ഒരു വിഷമമുണ്ടാക്കുന്ന കാര്യം അല്ലേ? അതെ, ഉറപ്പായിട്ട്. അതായത് ദേശീയപാതയിൽ കൂടെ വാഹനം ഓടിക്കുന്നവർ വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ മുതൽ സർക്കാരിന് ടാക്സ് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഓരോ ലിറ്റർ ഡീസൽ വയ്ക്കുമ്പോഴും 18 രൂപ വെച്ച് കൊടുക്കുന്നു. അതുപോലെ തന്നെ ചുങ്കം കൊടുക്കുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? തങ്ങളുടെ വാഹനത്തിന്റെ സുരക്ഷിതത്വം, ആ ഓടിക്കുന്ന ഡ്രൈവർമാരുടെ സുരക്ഷിതത്വം, ഇതൊക്കെ പരിഗണിക്കേണ്ടതാണ്. അത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഇക്കാര്യത്തിൽ ചുങ്കം പിരിക്കുക മാത്രമല്ല, ആ ചുങ്കം പിരിക്കുന്നതനുസരിച്ച് സുഗമമായ യാത്രയ്ക്കുള്ള എല്ലാ സാഹചര്യങ്ങളും, റോഡ് നന്നാക്കി കിടക്കുന്നത് പോലെ തന്നെ ആ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്തണമല്ലോ. അതാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ സർക്കാരിൽ നിന്ന് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് നമ്മളൊരു അപകടത്തിൽ ഉണ്ടാകുമ്പോൾ അത് മനുഷ്യസഹജമായ എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടില് ഒരു വീടിന് തീ ഉണ്ടായാൽ ആളുകൾ ഓടിക്കൂടി അവരുടെ ഒരു ശേഷി അനുസരിച്ച് വെള്ളം കോരി തീ കെടുത്താൻ ശ്രമിക്കുമ്പോഴത്തേനും ഫയർ എഞ്ചിൻ എത്തും. ഫയർ എഞ്ചിൻ വന്നു കഴിയുമ്പോൾ അവർ കുറെ കൂടി മോഡേൺ അല്ലെങ്കിൽ ആധുനിക പമ്പ് സെറ്റ് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ഇത് തീ കെടുത്തും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇപ്പം അങ്ങനെ തൂമ്പ കൊണ്ട് കോരിയ മണ്ണൊന്നും നീക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളത് കൊണ്ട് പോലെ ജീവൻ പണയപ്പെടുത്തിയിട്ടാണെങ്കിലും ആ രക്ഷാപ്രവർത്തനത്തിൽ കർണാടകത്തിലെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ സാധ്യമല്ല. അതുകൊണ്ട് കർണാടകത്തിലെ ആ രക്ഷാപ്രവർത്തനത്തിന് ചുമതലപ്പെട്ടവര് സജീവമായി ഇടപെടും എന്ന് തന്നെയാണ് മലയാളികളായ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, താങ്കൾ പറഞ്ഞു ഈ കേരളത്തിൽ രജിസ്ട്രേഷൻ വണ്ടി ആണ് എന്നുള്ള കാരണം കൊണ്ടൊന്നും അല്ല കേട്ടോ, അങ്ങനെ ഒന്നുമല്ല. കാരണം അങ്ങനെ മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടില്ലായിരുന്നു, ഇവർക്ക് തന്നെ അറിയില്ലായിരുന്നു എത്ര വാഹനങ്ങൾ അടിയിൽപ്പെട്ട് പോയിട്ടുണ്ട് എന്ന്. അതിനുശേഷം ഈ കുടുംബം ഇങ്ങനൊരു സംശയം പറയുകയാണ്, ആ സ്ഥലത്ത് വെച്ചാണല്ലോ ഇങ്ങനെ മണ്ണിടിഞ്ഞത്, അവസാനമായി വിളിച്ചത് എന്നുള്ള സംശയം മറ്റൊരാൾ പറഞ്ഞ് അറിയുന്നു. പിന്നെ അതൊരു സംശയമായി ബലപ്പെടുന്നു, ഇദ്ദേഹം ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ, ഫോൺ എടുക്കുന്നില്ലല്ലോ. ഇങ്ങനെ സംശയം വന്നപ്പോൾ കുടുംബം അത് മാധ്യമങ്ങളെ അറിയിക്കുന്നു, മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ അവരുടെ ബന്ധുക്കൾ അതേ സ്ഥലത്തേക്ക് പോകുന്നു. ഇങ്ങനെയൊക്കെ അറിഞ്ഞു കേട്ട് വന്ന് സംസ്ഥാന സർക്കാർ അറിഞ്ഞ് പിന്നെ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജില്ലാ കളക്ടറുമായിട്ട് സംസാരിച്ച് അങ്ങനെയാണ് ഇന്ന് രാവിലെയെങ്കിലും തുടങ്ങാൻ കഴിഞ്ഞത്. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഈ രക്ഷാപ്രവർത്തനം വീഴ്ച വന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ ഈ പ്രധാന നേതാക്കളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇത് കേരളവും കർണാടകവുമായുള്ള ഒരു പ്രശ്നമാക്കി വളർത്തിയെടുക്കല്ലേ എന്ന്. സുരേഷ് ഗോപി ഇന്ന് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. അത് ഉണ്ടാകാനും പാടില്ല, കാരണം അതുകൊണ്ടല്ല, അത്തരം കാരണങ്ങൾ കൊണ്ടല്ല. പക്ഷേ ഇങ്ങനെ ചില വീഴ്ചകൾ അവിടെ സംഭവിച്ചു. അത് ഈ GPS സിഗ്നൽ പോലും കിട്ടുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ രക്ഷാപ്രവർത്തനം കൂടുതൽ ഭംഗിയായിട്ട് നടത്താമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു ആശങ്ക ഒഴിവാക്കാനും പറ്റുമായിരുന്നു. ശ്രീ സുഭാഷ് ചന്ദ്രബോസ് ഉണ്ട്, അദ്ദേഹം ഈ ദുരന്ത നിവാരണ രംഗത്തെ ഒരു വിദഗ്ധനാണ്. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ മഴക്കാലത്തൊക്കെ സംസ്ഥാനത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് നമ്മളെല്ലാവരും കാണുന്നതാണ്. പക്ഷേ ഈ അതിർത്തി ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും ഇത് ബുദ്ധിമുട്ടായി തന്നെ പോകുന്നു എന്നുള്ളതാണോ, പ്രത്യേകിച്ച് ദേശീയപാതകളിൽ? 2004 ഡിസംബറിലാണ് നമുക്ക് സുനാമി ഉണ്ടാകുന്നത്. അതിനെ തുടർന്നാണ് നാഷണൽ ലെവലിൽ വലിയ അധികാരവും സമ്പത്തും വലിയ പ്രോട്ടോക്കോളും എല്ലാം കൊണ്ട് 2005 ഡിസംബറിൽ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഈ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ സംവിധാനങ്ങൾക്ക് വിപുലമായ അധികാരമാണ്, നല്ല സാമ്പത്തികമാണ്, എല്ലാം പറ്റുന്നതാണ്. പക്ഷേ നമ്മുടെ ഒരു സിസ്റ്റം, അതിപ്പോൾ കേരളത്തിൽ ആയാലും ഇന്ത്യയിലായാലും ഇപ്പോൾ കർണാടകത്തിൽ സംഭവിച്ചതായാലും നമ്മുടെ സിസ്റ്റം
അതിനനുസരിച്ച് ഉയരുന്നില്ല എന്നുള്ളൊരു വലിയ പ്രതിസന്ധിയുണ്ട്. നമ്മളൊരു സംഭവം ഉണ്ടായാൽ അത് വളരെ ലോ ലെവലിൽ സാധാരണ ചെയ്യുന്ന പോലെ ലോ ലെവലിൽ പരിപാടികൾ തുടങ്ങി ആണ് ഇത് പോകുന്നത്. 2 ലോ ഇപ്പോൾ ഇവിടെ തന്നെ ഈ സംഭവത്തിൽ നോക്കൂ, ഇത്രയും ദിവസമായിട്ടും പിന്നെ നമ്മുടെ രാജ്യത്ത് ഹിമാലയൻ റീജിയനിൽ പോയി അല്ലെങ്കിൽ യുദ്ധസന്നാഹ സ്ഥലങ്ങളിലൊക്കെ പോയി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന സൈന്യവും നേവിയും ഒക്കെ ഉള്ളൊരു രാജ്യമാണ്. അപ്പോൾ അവരാരെ വേണോ മൊബിലൈസ് ചെയ്യാൻ പറ്റും, ഈ നിയമം അനുസരിച്ച് മൊബിലൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ അത്തരത്തിലുള്ള അത്യന്താധുനിക രീതിയിലുള്ള ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു അന്വേഷണമോ പരിപാടികളോ നമ്മുടെ ഈ ദുരന്ത നിവാരണത്തിൽ പലപ്പോഴും കാണുന്നില്ല. അതെന്തുകൊണ്ടാണ് നമുക്കറിയാം. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള സംഭവം, കഴിഞ്ഞ ദിവസത്തെ സംഭവം എടുത്ത് മുതൽ തുടങ്ങിയാൽ എവിടെ എടുത്താലും ഇതൊരു വലിയൊരു കുഴപ്പമായി അല്ലെങ്കിൽ ഒരു കുറവായിട്ട് നമ്മൾ നിൽക്കുകയാണ്. കാരണം കുറേ കൂടി പ്രൊഫഷണലായി ഇതിനകത്തുള്ളൊരു പ്രശ്നം ഈ സംഭവം നടക്കുമ്പോൾ അതിനകത്തൊരു ജീവനുള്ള ഒരു വ്യക്തി ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ലോറി മാത്രമായിരിക്കില്ല, അതിനകത്ത് വേറെ ആളുകൾ അടുത്ത് അപ്പുറത്തോ ഇപ്പുറത്തോ കൊണ്ടുപോകും. ഇപ്പോൾ GPS സംവിധാനം ഉള്ള വാഹനമുണ്ട്, ചിലപ്പോൾ അത് സമയത്ത് പ്രവർത്തിക്കാത്ത വാഹനങ്ങളുണ്ടാകാം, പലതും ഉണ്ടാകാം. പക്ഷേ അപ്പോൾ ജീവനുള്ള ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ള ഒരു ഒരു കാര്യം വെച്ചുകൊണ്ടുള്ള ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ പലപ്പോഴും നടക്കുന്നില്ല. ഇപ്പോൾ ഇന്ന് രാത്രി 9 മണിയാകുമ്പോൾ 6 മണിയായി, പിന്നെ അത് 9 മണിയാകുമ്പോൾ നിർത്തുമെന്ന് പറയുന്നു. അപ്പോൾ അതല്ല അത്ത രീതിയിൽ ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് ഗൗരവമായി ഇനി ഉണ്ടായി വരണം. അത് പറ്റുന്നതാണ്, ഞാൻ പറയുന്നത് അധികാരവും പണവും എല്ലാം ഉള്ളത് കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ആ നിലയിലേക്ക് ഈ രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അത് അവിടെ മാത്രമല്ല, എവിടെ നടക്കുമ്പോഴും അത്തരത്തിലുള്ള വളരെ പ്രൊഫഷണലായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. പക്ഷേ അതിന് പരിമിതി ഇല്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു പ്രത്യേകത. പക്ഷേ അത് പ്രയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം അല്ലെങ്കിൽ എൻ്റെ ഒരു നിരീക്ഷണം. ഇപ്പോഴും സ്ഥലത്ത് മണ്ണ് നീക്കുന്ന ജോലികൾ പുരോഗമിക്കുന്നുണ്ട് എന്നാണ്. ശ്രീ PM ഷാജി, ഇത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിപ്പോൾ ഭാരത് ബെൻസിന്റെ ആയതുകൊണ്ട് കുറച്ചുകൂടി സംവിധാനം കൂടുതലുള്ളതാണ് അല്ലേ? അതിനകത്ത് ക്യാബിനിലാണെങ്കിൽ പോലും ഇപ്പോൾ ഓക്സിജൻ ഉണ്ട് എങ്കിൽ അത് സേഫ് ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ ഈ വാഹനം സ്റ്റാർട്ട് ആകുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നു ഇല്ലേ? അത്തരത്തിലുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ട്. ഇന്ധനം ഉണ്ട് എന്നുള്ള വിവരം ഉണ്ട്, അത് ലോറി ഉടമ തന്നെ പറയുന്നുമുണ്ട്. ഇത് ഈ കൺട്രോൾ റൂമുമായുള്ള ബന്ധപ്പെടലുണ്ടല്ലോ, അത് ഏത് സമയത്ത് വേണമെങ്കിലും ഇപ്പോൾ കിട്ടിക്കൊണ്ടേയിരിക്കും, അത് ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്നാണോ? കിട്ടും. ഈ സിഗ്നലിൽ ഈ ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇതിൽ ചാർജ് നിൽക്കുന്നുണ്ടെങ്കിൽ ആ സിമ്മിൽ നിന്നുള്ള കണക്ടിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ മൊബൈൽ മാതിരി തന്നെ അതിലൊരു സിമ്മുണ്ട്. ആ സിമ്മ് ഇൻബിൽറ്റാന്ന് മാത്രമേ ഉള്ളൂ. ആ ഇൻബിൽറ്റ് സിമ്മിൽ നിന്ന് നമ്മുടെ സാറ്റലൈറ്റുമായിട്ട് കണക്ടിവിറ്റി കിട്ടുന്നെങ്കിൽ നമുക്ക് സിഗ്നൽ ഇങ്ങേറ്റത്ത് കിട്ടും. പക്ഷെ മൊബൈൽ അടിച്ചിട്ട് എടുത്തില്ല എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അല്ല, അത് അദ്ദേഹം ലൈവാണെങ്കിൽ അല്ല ബോധം കെട്ടുപോവോ അല്ലെങ്കിൽ ശ്വാസം കിട്ടാതെ വരികയൊക്കെ ചെയ്താലുള്ള സാധ്യതയുണ്ട്. ഇത് ഈ ഭാരത് ബെൻസ് ആയതുകൊണ്ട് അതിന്റെ ക്യാബിനെല്ലാം ഈസിയാണ്, കുറച്ചും കൂടി നല്ല മറ്റ് സാധാരണ നമ്മുടെ ലോക്കൽ അതെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള ലെവലിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വാഹനം. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ക്യാബിൻ്റെ സംവിധാനം എല്ലാം ആധുനിക രീതിയിലുള്ള, അപ്പോൾ അതിന് AC മറ്റു കാര്യമുള്ളൂ. പക്ഷേ ആ AC ഇട്ട് വർക്ക് ചെയ്താൽ പോലും ചിലപ്പോൾ AC ഇടാൻ വേണ്ടിയായിരിക്കും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ പോലും ഈ ഓക്സിജന്റെ അളവ് അതിൻ്റെ അകത്തുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ജീവൻ നിലനിർത്താൻ പറ്റും. പക്ഷെ ഓക്സിജൻ പുറത്തുനിന്ന് കിട്ടാൻ സാധ്യതയില്ല വരുമ്പോൾ അളവ് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമല്ല അവിടെ ഈ ആ ദിവസത്തെ മണ്ണിടിച്ചിലിന് ശേഷം വീണ്ടും അവിടെ കുന്നിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. മണ്ണ് വീണ് വീണ്ടും അവിടെ വലിയ 2 മൺകൂനകൾ 2 സൈഡിലുമായിട്ട് വന്നിരിക്കുകയാണ്. അതിനിപ്പോൾ നടുക്ക് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലത്ത്. അവിടെയാണ് ഈ സിഗ്നൽ കിട്ടിയത്, ഈ GPS സിഗ്നൽ കിട്ടിയത് ഏതാണ്ട് ആ പ്രദേശത്താണ്. എത്ര മീറ്റർ ചുറ്റളവിലേക്ക് ഇത് കിട്ടും അങ്ങനെയുള്ള ഒരു? അല്ല, അത് ആ വണ്ടി നിൽക്കുന്നത് സാറ്റലൈറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, സാറ്റലൈറ്റിൽ നിന്ന് ആവുമ്പോഴത്തേക്കും ആ പോയിന്റിൽ നിന്ന് ഇത് കിട്ടുമ്പോൾ ലോകത്ത് എവിടത്തേക്കും അതിന്റെ സിഗ്നൽ കിട്ടും. അതല്ല, എത്ര അടുത്ത് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്? ആ സ്പോട്ടിൽ തന്നെ ഉണ്ട്, ആ സ്പോട്ട് എവിടെയാണോ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട്. ഞങ്ങളുടെ കേരളത്തിലെ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥര് ഈ കൺട്രോൾ റൂമുമായിട്ടൊന്ന് ബന്ധപ്പെടണം, അവരുടെ മൊബൈലിൽ കിട്ടും. മൊബൈലിൽ വണ്ടികൾ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം അവരുടെ ഫെസിലിറ്റി ഉണ്ട്, ആപ്പുണ്ട്. ആപ്പ് ഈ കമ്പനിയുടെ ആപ്പ് തന്നെ ഡ്രൈവർക്കും കാണും, ഡ്രൈവറുടെ മൊബൈലിലും കാണും, ട്രാക്ക് ചെയ്യാൻ പറ്റും. അത് ലൈവായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ. അതെ, ലോകവും പറയുന്നുണ്ട്, മനാഫ് പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹം ആ സ്പോട്ടിലുണ്ട്. മനാഫിനെ വിളിക്കാം, അല്പസമയത്തിനകം മനാഫിനെ വിളിക്കുക. ഇപ്പോൾ
അൽഫുണ്ട്, മനാഫിന്റെ സഹോദരൻ, ലോറി ഉടമയുടെ സഹോദരനാണ്. അൽഫ, ഇപ്പോൾ ഏറ്റവും എന്തെങ്കിലും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ? ഇപ്പോൾ അവിടെ എങ്ങനെയാണ്, ഒന്ന് പറയാമോ എന്താണെന്ന്? ഇപ്പൊ നമ്മളെ അവിടുന്ന് പുറത്താക്കിയിട്ടുണ്ട്. ആ ദുരന്ത ഭൂമിയിൽ നിന്ന് നമ്മളെല്ലാവരും പുറത്താക്കിയിട്ടുണ്ട്. അവിടേക്ക് ഒരു വലിയ ലൈറ്റുള്ള വണ്ടി പോയിട്ടുണ്ട്. ഇപ്പൊ അവിടെ നടക്കുന്നുണ്ടോ നടക്കുന്നില്ല എന്നുള്ളത് ഇപ്പൊ പറയാൻ കഴിയില്ല ഇനി. അതെന്താ നിങ്ങൾ അങ്ങനെ ഒരു സംശയം പറഞ്ഞത്? എന്താണ് അങ്ങനെ ഒരു സംശയം? അവിടെ മണ്ണ് മാറ്റുന്നുണ്ടോ എന്ന്? അവിടെ മണ്ണ് മാറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് പറഞ്ഞു ഇപ്പൊ എല്ലാം നിർത്തി കഴിഞ്ഞു, എല്ലാവരും പോവാന്ന് പറഞ്ഞു. പക്ഷെ വൈകിട്ട് നിർത്തില്ല എന്നല്ലേ പറഞ്ഞത്? നേരത്തെ പറഞ്ഞിരുന്നത് 9 മണി വരെ തുടരുമെന്നായിരുന്നു. പല ഉദ്യോഗസ്ഥന്മാർ പലതരത്തിലാ പറയുന്നത്. അപ്പൊ അത് പ്രകാരം ഞാൻ നിങ്ങളോടും ചാനലിനോടൊക്കെ പറയുന്നതേ, ഇപ്പൊ നമ്മൾ എല്ലാ ആളുകളെയും അവിടുന്ന് പുറത്താക്കിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഈ സംഭവം ഉണ്ടായ സ്ഥലത്തിന്റെ എത്ര അകലെയായിരിക്കും? ഏതാണ്ട് എത്ര അകലെയാണ് നിങ്ങളൊക്കെ ഇപ്പോൾ നിൽക്കുന്നത്? ഇപ്പൊ നിൽക്കുന്നത് അവിടുന്ന് ഒരു 200 മീറ്റർ അപ്പുറത്താണ് നിൽക്കുന്നത്. മീറ്റർ അടുത്താണല്ലോ, അധികം അകലെ അല്ലാതെയാണല്ലോ നിൽക്കുന്നത്. അൽഫ, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒന്നും കാണാൻ കഴിയില്ല. നേരത്തെ അതിന്റെ അടുത്തായിരുന്നു, അതുകൊണ്ട് കറക്റ്റായിട്ട് എനിക്ക് നമുക്ക് പറയാൻ കഴിഞ്ഞിരുന്നത്. ഇപ്പൊ അവർ നിർത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, നിർത്തുന്നില്ല എന്ന് പറയുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടുന്നില്ല. ഇപ്പൊ അവര് പത്രസമ്മേളനം വിളിക്കുന്ന പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് അതിനാൽ ഞങ്ങളുടെ പറഞ്ഞത് ഈ ബൈജു അല്പസമയത്തിനകം അവിടെ എത്തും. ബൈജുവിനും അവിടെ ചുറ്റി വളഞ്ഞു പോകേണ്ടി വരുവാണ്, കാരണം അദ്ദേഹം പോകുന്ന വഴിയിൽ മണ്ണാണ്. മനാഫിന്റെ കയ്യിൽ ഇത് കൊടുക്കുമോ? മനാഫിന്റെ കയ്യിൽ. ഹലോ, മനാഫ്, എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പറയാൻ കഴിയുന്ന എന്തൊക്കെയാണ്, ഒന്ന് പറയൂ. കേൾക്കുന്നില്ല സാർ. മനാഫെ, ഇപ്പോൾ എന്താണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്? അവിടെ ഇപ്പോൾ നടക്കുന്നുണ്ടോ ഈ മണ്ണ് മാറ്റലൊക്കെ? ഇപ്പൊ ഞമ്മക്ക് ഇവിടെ SP-യും IG ഒക്കെ ഇവിടെ ഉണ്ട്. അവര് പറയണ ഇപ്പം മഴ ഇല്ല, അപ്പം മഴ നിന്നിക്കണ്. ഹലോ, കേൾക്കാൻ, പറഞ്ഞോളൂ. മഴ നിന്നിക്കണ്. അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി മഴ വരുന്ന വരെ ഇരുട്ടായാലും 8 മണി ആയാലും 9 മണി ആയാലും മണ്ണെടുക്കാനുള്ള പരിപാടിയാണ്. ഈ വണ്ടിന്റെ ഏകദേശം ഒരു ഹൈറ്റ് വെച്ചിട്ടുള്ള ആ മണ്ണ് കുറച്ച് ഏരിയകളുണ്ട്. ആ ഏരിയന്ന് 2 സൈഡ് കൂടിയും JCB വെച്ചിട്ട് മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോ കുറച്ചിപ്പുറത്തേക്കും മാറ്റി നിർത്തിക്കുകയാണ് ആളുകളെല്ലാരെയും. ഇവിടെ ഫുള്ളായിട്ട് ഇരുട്ടായിക്കണ്, നല്ല കോടയുണ്ട്. കോടയുണ്ടല്ലേ? മനാഫ്, ഈ GPS എപ്പോ വരെ കിട്ടിയിരുന്നു? മനാഫിന്റെ മൊബൈലിലും ഉണ്ടല്ലോ അല്ലേ? അറിയാൻ സാധിക്കുമല്ലോ. എങ്ങനെ സാറേ ഈ GPS വർക്ക് ചെയ്യുന്നത് എത്ര സമയം? GPS ആ ബാറ്ററി GPS ആയിട്ട് കണക്റ്റഡ് ഉള്ളിടത്തോളം സമയം കാണിക്കും. സിഗ്നൽ എപ്പോഴാണ് അവസാനം കിട്ടി? ഇപ്പോഴും കിട്ടുന്നുണ്ട് സിഗ്നൽ ഒക്കെ? ഇപ്പോഴും ഉണ്ട്. അപ്പോൾ കണക്റ്റഡ് ആണ്. ബാറ്ററി ഡൗൺ. അപ്പൊ ഇവരിപ്പോ ജസ്റ്റ് എന്താക്കിയാന്ന് കഴിഞ്ഞാല് ഈ മണ്ണിന്റെ കിടപ്പ് കുറച്ചൊന്ന് വണ്ടി ചെരിഞ്ഞ മാതിരിയുള്ള കിടപ്പാണ് ഇവര് നാഷണൽ ഡിസാസ്റ്റർ റാപ്പിഡ് ഫോഴ്സോ അങ്ങനെ ഓര് പറയണത്. അതിന്റെ മുകളിലേക്ക്, വണ്ടിയുടെ മുകളിലേക്ക് മണ്ണ് വന്ന് വീണപ്പോഴാണല്ലോ. അത് പലതവണയായിട്ട് വീണിട്ടുണ്ടെന്ന് തോന്നുന്നു. മുൻഭാഗം കമ്പയർലി വെയിറ്റ് കുറവായിരിക്കുമല്ലോ ബാക്ക് സൈഡിനെ അപേക്ഷിച്ചിട്ട്. അപ്പൊ മുൻഭാഗം കുറച്ച് റോട്ടുമലേക്കായിട്ടാണ് ഉള്ളത് ഉണ്ടാവാൻ ചാൻസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഷേപ്പിലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ലൊക്കേഷൻ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തു അല്ലേ? കൃത്യമായിട്ട് എവിടെയാണെന്നുള്ള കാര്യം ഓൾമോസ്റ്റ് ആ ഒരു പ്രതീക്ഷയിലാണ് ഉള്ളത്. പിന്നെ ഒന്നാമത് ഒരു എന്താ പറയുക, ഒരു 10-30 മീറ്ററിന്റെ വ്യത്യാസം ഉണ്ട്. ആ ഒരു കൺഫ്യൂഷനേ ഉള്ളൂ, അത്രേ ഉള്ളൂ. മനാഫ്, ഇത് ഈ 3 ദിവസം എന്തുകൊണ്ട് ഇത് അറിഞ്ഞില്ല? മനാഫിന് ഒരു സംശയം ഉണ്ടായില്ലേ ഈ ലോറി? അല്ല, ഞങ്ങൾ ഈ ഇൻസിഡന്റ് നടന്ന ടൈം 9 മണിയാണ്. 9 മണിക്ക് ഇൻസിഡന്റ് നടന്ന് 9:30 മണിക്ക് അർജുന്റെ വീട്ടിൽ നിന്ന് ഫോണ് വന്നിട്ട് സ്വിച്ച് ഓഫ് ആണ്. 11 മണിക്ക് ഞങ്ങൾ വിളിച്ചു നോക്കുമ്പോ സ്വിച്ച് ഓഫ് ആണ്. 11 മണി ആവുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് എല്ലാം കർണാടക ചാനലിലുള്ള ഈ ഇങ്ങനെ മണ്ണിടിഞ്ഞ സംഭവം ന്യൂസിൽ വരാൻ തുടങ്ങിയപ്പോ തന്നെ ഞങ്ങൾ എന്താക്കി,
ഈ ലൊക്കേഷൻ വെറുതെ ഒന്ന് സെർച്ച് ചെയ്തതാണ് ഞങ്ങളെ ലോറിന്റെ. ലൊക്കേഷൻ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഈ മണ്ണിടിഞ്ഞ സ്പോട്ടാണ് ഞങ്ങളെ വണ്ടി ഉള്ളത്. പിന്നെ ഞങ്ങളെ മുന്നിൽ വേറെ വണ്ടി, ഞങ്ങളെ വണ്ടി തന്നെ മുന്നിൽ വേറെ വണ്ടി പോയതുണ്ട്. ആ വണ്ടീന് ചോദിച്ചപ്പോ പിന്നെ നോർമലി ഞങ്ങളെ എല്ലാ വണ്ടിക്കാരും ഓൾമോസ്റ്റ് അവിടുന്നാണ് ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റും ഇതൊക്കെ കഴിക്കുക. അപ്പോ ആ ആളൊക്കെ, റെസ്റ്റോറന്റ് നടത്തുന്ന ആളൊക്കെ മരണപ്പെട്ടിക്കണെന്ന് അറിഞ്ഞപ്പോ തന്നെ ഡൗട്ട് തോന്നിക്കണ് ഞങ്ങൾ. അപ്പൊ തന്നെ എന്താക്കിന് സ്റ്റേഷനിലേക്ക് വിളിച്ച് പരാതിയൊക്കെ പറഞ്ഞിക്കണ്. പക്ഷെ ഒരു പറഞ്ഞ ഒരുപാട് വണ്ടി പോയിക്കണ്, നിങ്ങളെ വണ്ടിന്റെ നമ്പറും ലിസ്റ്റും കാര്യങ്ങളൊക്കെ തരി, നമ്മൾ വിളിച്ചു പറഞ്ഞോളായിരുന്നു. അല്ല, ഇതെല്ലാം മനാഫ്, ഇതെല്ലാം നടന്നത് ചൊവ്വാഴ്ചയാണല്ലോ അല്ലെ? ചൊവ്വാഴ്ച രാവിലെ 9 മണി മുതലുള്ള കാര്യങ്ങളാണ് മനാഫ് പറയുന്നത് അല്ലേ? അതെ അതെ. അപ്പോൾ സ്റ്റേഷനിൽ പോയപ്പോൾ പിന്നെ ഈ നമ്പരും കൊടുത്തതാണ്, പക്ഷെ കുറെ വാഹനങ്ങൾ കണ്ടെത്തുകയും ചെയ്തല്ലോ അല്ലെ? പിന്നെ അപകടത്തിൽപ്പെട്ട പേരെ 7 പേർ മരിച്ചു എന്നുള്ള സ്ഥിരീകരണവും വന്നിരുന്നു. അപ്പോഴും ഈ വാഹനത്തിന് വേണ്ടി, ഈ ലോറിക്കായുള്ള തിരച്ചിൽ പിന്നീട് നടത്താതെ വന്നത് എന്തുകൊണ്ടാണ്? പിന്നെ വരെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ആദ്യം അങ്ങോട്ട് ഏറ്റെടുത്തിട്ടില്ലേനും. നമ്മൾ പലവട്ടം പറയും. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞങ്ങൾ ഈ സ്റ്റേഷനിലാണ് പോയി പരാതി പറയണത്. പക്ഷെ അത് ഇവരെ മെയിൻ ഉദ്യോഗസ്ഥന്മാര് അടുത്തേക്ക് ഈ വിവരങ്ങളൊന്നും എത്തിയില്ല എന്നാണ് കളക്ടർ പറയുന്നത് ഇന്ന്. അതായത് ചൊവ്വാഴ്ച എപ്പോഴേക്കും ഈ തെരച്ചിലൊക്കെ നിർത്തിക്കാണും. താങ്കൾ എപ്പോഴവിടെ എത്തി? ആ കാര്യങ്ങൾ കൂടി ഒന്ന് പറയൂ. എങ്ങനെ സാറേ? മനാഫെ, ചൊവ്വാഴ്ച തന്നെ തിരച്ചിൽ നിർത്തിയായിരുന്നോ വൈകിട്ടോടു കൂടി? ഓക്കെ, ഫോളോ ചെയ്യും. ഹലോ, ഇപ്പം IG സംസാരിക്കാൻ തയ്യാറുണ്ട്. ഇവിടെ ചാനലുകാരും ഇല്ല. ഫോൺ ഒന്ന് വെക്കാൻ പറ്റുമോ? ഫോണൊന്ന് വെക്കാൻ പറ്റുമോ അവിടെ? IG പിന്നെ അതേമാതിരി SP ഒക്കെ കേരളത്തിലെ ചാനലുകാരോട് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. എന്താ ചെയ്യാ? ഫോണൊന്ന് കൊടുക്കാൻ പറ്റുമോ മനാഫ്? IG ഓ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കണോ? ഓക്കെ, ഒന്ന് സൈഡേക്ക് കൊടുക്കാം. ഹലോ സർ, വാട്ട് ഈസ് ദ ലേറ്റസ്റ്റ് സിറ്റുവേഷൻ ദെയർ? ഒറ്റ മിനിറ്റ് സാർ, ഞാനതൊരു വീഡിയോ എടുത്തിട്ട് അയച്ചു തന്നാ മതി. ആയിക്കോട്ടെ. അങ്ങനെ ചെയ്യാം. ശരി, അങ്ങനെ ചെയ്യും. ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ. എന്തായാലും ഈ രക്ഷാ ദൗത്യം അവസാനിച്ചിട്ടില്ല. ഈ മനാഫ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, സുഭാഷ് ചന്ദ്രബോസ് ഈ അന്ന് അവിടെ ശ്രദ്ധിച്ചില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണ ഒരു ആക്സിഡന്റിന്റെ ലാഘവം മാത്രം അതാ ഞാൻ വീണ്ടും പറഞ്ഞു സാറേ. വീണ്ടും പറയുന്നത് വിഷയത്തിലേ ഉള്ളൂ, ഗൗരവത്തിലെടുത്തില്ല. ഇത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ചുള്ള പ്രവർത്തനം അവിടെ നടക്കുന്നില്ല. ഞാൻ ഇപ്പോഴും പറയുന്നതാണ്. അതാണെങ്കിൽ കണ്ടിന്യൂസ് നടക്കണം. അത് ഒരു സ്റ്റെപ്പിൽ നിന്ന് പിന്നെ ഹയറപ്പിലേക്ക് പോയി വലിയ ഹയറപ്പിലേക്ക് പോകണം. അത് നടന്നില്ല. ഇപ്പം മെഡിക്കൽ കോളേജിൽ നമ്മളൊരു പേഷ്യൻറ്റിനെ കൊണ്ടുപോയാൽ പേഷ്യൻറ്റിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് അവർ ടീം വലുതായി ടീം വലുതായി വരും. ഇത് ടീം വലുതാവുന്നില്ല. ഇത് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു, അവർ ആ കേസ് എടുത്തു, പിന്നെ നോക്കാമെന്ന് പറഞ്ഞു, പിന്നെ ഒരു ദിവസമായി. ഇത് ലാഗ് ചെയ്യാണിത്. അത് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് അല്ല, അത് സാധാരണ ആക്സിഡൻറ്റിൻ്റെ മാനേജ്മെൻറ്റാണ്. അവിടെയാണ് പ്രശ്നം. മാത്രമല്ല ആ ഒരു സാങ്കേതിക വിദ്യ അവിടെ ഉപയോഗപ്പെടുത്തിയില്ല. കാരണം ഇത്രയും കാര്യക്ഷമമായിട്ട് GPS സംവിധാനം വർക്ക് ചെയ്യുകയും ഉണ്ടായി. ലോറിയുടെ ഒരു ഗുണം കൂടി ഉണ്ടായിരുന്നു. ഏറ്റവും വലിയത് ആ മണ്ണും ഇതൊക്കെ മണ്ണ് മൂടിയിട്ടും അത് സംഭവമുണ്ട്. പക്ഷെ അത് ഇപ്പൊ ഇന്ന് ഇതെല്ലാം പരിശോധിച്ചപ്പോഴേക്കും അത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു, ഈ ലോറി എവിടെയാണ് എന്നുള്ള കാര്യം. ഇതുവരെ ആദ്യമൊക്കെ ഇത് വെള്ളത്തിൽ തപ്പുകയായിരുന്നു, പുഴയിൽ തപ്പുകയായിരുന്നു. പുഴയിലാണെങ്കിൽ പോലും ഈ ഇതിൽ വെള്ളം കയറി ഡാമേജ് ആയെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്പഴും ഇത് കിട്ടാൻ സാധ്യത ഉണ്ട്. ബൈജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബൈജു, എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് ഉണ്ടോ? കട്ടായിപ്പ്. എന്തായാലും ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് അവിടെ പോലീസിന്റെ ബ്രീഫിംഗ് നടക്കുന്നുണ്ട്. എന്താണ് ലേറ്റസ്റ്റ് സിറ്റുവേഷൻ എന്ന് അല്പസമയത്തിനകം അറിയാൻ കഴിയും. എന്തായാലും മണ്ണ് മാറ്റുന്ന ജോലികൾ പുരോഗമിക്കുന്നുണ്ട്, അത് നിർത്തില്ല എന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട്. മനാഫാണ് ലോറി ഉടമ, അദ്ദേഹം ആ സ്ഥലത്തുണ്ട്. അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ പറയുന്നുമുണ്ടായിരുന്നു പോലീസുകാർ. ജില്ലാ ഭരണാധികാരികളും ഇക്കാര്യത്തിൽ കാര്യക്ഷമമായി ഇടപെടുന്നു. പക്ഷേ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് ഈ അപകടം നടക്കുന്നു. അന്ന് പുലർച്ചെ 3 മണി വരെ
അർജുനെ ഫോണിൽ കിട്ടിയതാണ്. മനാഫ് അർജുനുമായി സംസാരിച്ചതാണ്. ഉറങ്ങാൻ പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്, അർജുൻ പറഞ്ഞത്. അങ്ങനെ ലോറിയിൽ കിടന്നു. അങ്ങനെയാണല്ലോ ഇവരുടെ ശീലം, അങ്ങനെയാണല്ലോ. അവിടെ ഒരു ലോറി താവളം തന്നെയാണ്, ഒരുപാട് വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിരുന്നതാണ്. അങ്ങോട്ടാണ് ഈ കുന്നിടിഞ്ഞു വീണത് രാവിലെ 9 മണിയോടുകൂടി. അതിന് കുറേ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു സംഭവം നടന്ന സ്പോട്ടിൽ വെച്ചാണല്ലോ അർജുൻ സംസാരിച്ചത് എന്നുള്ള കാര്യം, ഇല്ലേ? അങ്ങനെ ഒരു സംശയം തോന്നുന്നു. GPS സിഗ്നൽ പരിശോധിക്കുന്നു. അപ്പോൾ ആ സ്പോട്ടിലാണ് അവസാനമായി സിഗ്നൽ കിട്ടിയത്. തുടർന്നാണ് ഇതൊരു അന്വേഷണത്തിലേക്ക് നീങ്ങിയത്. പക്ഷേ അന്ന് തന്നെ അറിയിച്ചിരുന്നു എന്നാണ്. അവിടുത്തെ പോലീസ് സ്റ്റേഷനിലും ഈ വിവരം അറിയിച്ചിരുന്നു, മറ്റ് ഉദ്യോഗസ്ഥരെയും അറിയിച്ചിരുന്നു. അവിടെ ആ സമയം തിരച്ചിൽ നടക്കുന്നുമുണ്ടായിരുന്നു. പക്ഷേ വാഹനത്തിൻ്റെ നമ്പർ പോലും കൊടുത്തിട്ടും പിന്നീടൊരു അന്വേഷണത്തിലേക്ക് പോയില്ല. അവിടെ ഒരു സ്ഥിരീകരണം ഉണ്ടായത് 7 പേർ മരിച്ചു എന്നാണ്. ചില വാഹനങ്ങൾ അവിടെ മണ്ണിനടിയിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ KV ബൈജു ചേരുകയാണ്. ബൈജു, എന്തെങ്കിലും പുതിയ വിവരം ഈ തെരച്ചിലിനെ തുടർന്ന് എന്തെങ്കിലും പുതിയ വിവരം കിട്ടിയതായി അറിവായിട്ടുണ്ടോ? മഞ്ജുഷ്, തിരച്ചിൽ തുടരുന്നുണ്ട്. പക്ഷേ മറ്റ് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല. അതായത് ഈ പ്രദേശത്ത് ഇപ്പോൾ എല്ലാവരെയും ഈ പ്രദേശത്ത് നിന്നും മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം ഇനിയും രാത്രി ആയി കഴിഞ്ഞാൽ ഈ മണ്ണിടിച്ചിൽ ഒരു സാധ്യതയുണ്ടെന്ന കാരണം കൊണ്ടാണ് എല്ലാവരും മാറ്റി നിർത്തിയിരിക്കുന്നത്. എന്തായാലും തിരച്ചിൽ 9 മണി വരെ തുടരും. അത് വേണമെങ്കിൽ കൂടുതൽ സമയം തെരയും. അതിലാണ് ഇപ്പോൾ നിലപാടെടുത്തിട്ടുള്ളത്. ഏതായാലും നിലവിൽ പ്രതീക്ഷ വകവെക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല. ഏതായാലും തെരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. ബൈജു, ഇതിൽ ഈ മനാഫ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഇവർ തന്നെ, ഈ ലോറി ഉടമ തന്നെ പരാതിയൊക്കെ കൊടുത്തതാണ്. ചൊവ്വാഴ്ച ഇക്കാര്യം അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷെ അവിടെ ഈ രക്ഷാപ്രവർത്തനം ഇടയ്ക്ക് വെച്ച് നിന്നുപോയി എന്നുള്ള കാര്യം വാസ്തവമല്ലേ? അത് ഈ ദുർഘടമാണ് അവിടുത്തെ രക്ഷാപ്രവർത്തനം എന്നതുകൊണ്ട് നിർത്തിവെക്കുന്നു. ആ ഒരു വിശദീകരണമായിരുന്നു കിട്ടിയിരുന്നത്. തീർച്ചയായും മഞ്ജുഷ്, നമുക്കറിയാം ഇന്ന് മാധ്യമങ്ങൾ ഈ വാർത്ത സജീവമായി കൊടുക്കുകയും അതോടൊപ്പം തന്നെ വലിയ സമ്മർദ്ദം രാഷ്ട്രീയ പാർട്ടി നിന്നും അത് സർക്കാരിൽ നിന്നൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ഈ തിരച്ചിൽ, കാര്യമായൊരു തിരച്ചിൽ അവിടെ ഉണ്ടായി എന്ന് വേണം പറയാൻ. ആദ്യത്തെ ദിവസം ഈ മണ്ണിടിച്ചിൽ ഉണ്ടായ ദിവസം തിരച്ചിൽ നടത്തി. പിന്നീട് 7 മൃതദേഹം ഇത്തരത്തിൽ സ്ഥിരീകരിക്കുകയും പിന്നീട് തിരച്ചിൽ നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞ് ഇപ്പോഴാണ് ഈ തിരച്ചിൽ വീണ്ടും പുനരാരംഭിച്ചത്. അതായത് ഇനിയും കൂടുതൽ പേർ ഇത്തരത്തിൽ, ആ നാട്ടുകാരായ പലരും ഇത്തരത്തിൽ ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ട്, അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് അവിടുത്തെ നാട്ടുകാർ തന്നെ ആ സമയത്ത് പറഞ്ഞിരുന്നത്. മാത്രമല്ല വീടുകൾ, 5ഓളം വീടുകൾ പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധി വീടുകൾ ഭാഗികമായും തകർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ കണക്കിലെടുക്കാതെ ഈ തെരച്ചിൽ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും ഉണ്ടായത്. ഏതായാലും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു ഉദാസീനത ഉണ്ടായി എന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഇന്ന് രാവിലെയാണ് കൃത്യമായി പറഞ്ഞാൽ തിരച്ചിൽ വീണ്ടും പുനരാരംഭിച്ചു. ഉച്ചയോട് കൂടിയാണ് കുറച്ചുകൂടി ഊർജിതമായ തിരച്ചിൽ ആരംഭിച്ചത്. വൈകിട്ടാണ് ഈ മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ ഇവിടെ എത്തിച്ചതും. പുഴയിൽ നേവിയുടെ ഒരു തിരച്ചിൽ കൃത്യമായി അവർ നടത്തി. പുഴയിൽ തരത്തിൽ ഇത് അകപ്പെട്ടിട്ടില്ല എന്ന ഒരു സ്ഥിരീകരണം നൽകിയിട്ടുണ്ട്. ഏതായാലും മറ്റ് കാര്യങ്ങളൊന്നും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. മഞ്ജു, ശരി ബൈജു, വീണ്ടും വിളിക്കാം ബൈജുവിനെ. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, ഇനി ഇവിടെ സൈന്യത്തിന്റെ ഒരു സേവനം ഇല്ലാതെ ഇക്കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇപ്പോഴത്തെ സംവിധാനം വെച്ച് ഈ JCBകൾ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കൽ ഇതുകൊണ്ട് എന്തെങ്കിലും ആകുമെന്ന് കരുതുന്നുണ്ടോ? മഞ്ജുഷേ, വീണ്ടും ഞാൻ പറയുന്നത്, ഈ ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ ആ ഡിസാസ്റ്റർ ഉണ്ടാകുന്ന അതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കിയാൽ അപ്പോൾ തന്നെ ഏത് ലെവലിലുള്ള ഉദ്യോഗസ്ഥരും ഏത് ലെവലിലുള്ള സംവിധാനവും അവിടെ പ്രവർത്തിക്കണമെന്ന് ആദ്യ മൊമെൻറ്റുകളിൽ എടുക്കുന്ന ഡിസിഷനാണ് ഏറ്റവും പ്രധാനം. ഇത് വളരെ ലോക്കൽ ലെവൽ തുടങ്ങി പിന്നെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാൻ നിന്ന് അവസാനം പിന്നെ സൈന്യത്തിന് വിളിക്കുന്ന, അതല്ല അതിൻ്റെ വേണ്ട രീതി. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ആക്റ്റിലും അങ്ങനെയല്ല കിടക്കുന്നത്, അതിൻ്റെ സംവിധാനങ്ങളും അങ്ങനെയല്ല. അതിൻ്റെ സംവിധാനങ്ങളെന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തൊരു പ്രശ്നമുണ്ടായാൽ, പ്രത്യേകിച്ച് ഡിസാസ്റ്റർ ഇത്തരത്തിൽ വലിയ വലിയ ദുരന്തങ്ങളുണ്ടായാൽ ആ ജില്ലാ കളക്ടർക്ക് അടിയന്തരമായി വളരെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആ സ്റ്റേറ്റിൻ്റെ ചീഫ് സെക്രട്ടറിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ നാഷണൽ ലെവലിൽ നിന്നുള്ള എല്ലാ സംവിധാനങ്ങളെയും കൊണ്ടുവരാനുള്ള പരിപാടികളും പ്രവർത്തനങ്ങളും ഉണ്ട്. ഇനി ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഇതിലൊരു അമാന്തം വിചാരിച്ചു എന്ന് വിചാരിക്കുക, അവർ പരാജയപ്പെട്ടു എന്ന് NDMAക്ക് തോന്നിയാൽ അവർക്ക് നേരിട്ട് ഇടപെടാം. അങ്ങനെ വരെയുണ്ട്. സ്റ്റേറ്റ് ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും അങ്ങനത്തെ സിറ്റുവേഷൻ വരെയുണ്ട്. കാരണം ഇതൊരു അത്രയും അധികാരം നൽകുന്ന ഒരു നിയമവും സംവിധാനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജീവനകത്ത് നിൽക്കുന്ന കേസുകളിൽ, അല്ലാത്ത കേസുകളിലൊക്കെ സമാധാനമായിട്ട് എല്ലായിടത്തും, പക്ഷേ ജീവൻ അപകടത്തിൽ നിൽക്കുന്ന, ജീവനുകൾ സസ്പെൻസിൽ നിൽക്കുന്ന ഇത്തരം അപകടങ്ങളിൽ തീർച്ചയായും എയർലി ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എയർലി ഡിസിഷൻ എടുക്കുമ്പോൾ അതിന് വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇരുന്ന് പെട്ടെന്നൊരു മോഡ് ഓഫ് ഓപ്പറാൻഡി തയ്യാറാക്കി പ്രവർത്തിക്കണം. ഇപ്പോൾ ലോക്കൽ പോലീസ്, ഇപ്പം നേരത്തെ
നമ്മുടെ മനാഫ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ കളക്ടറോ അല്ലെങ്കിൽ ഏതോ ലെവലിൽ നിന്ന് കിട്ടുന്ന ഒരു അറിവെന്ന് പറയുന്നത് ഹയർ ഓഫീസിയേഴ്സ് അറിഞ്ഞില്ല എന്ന പല കാര്യങ്ങളും. അപ്പോൾ ഇത് നമ്മുടെ ഒരു സിസ്റ്റം വഴി പോയി കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസിൽ നിന്ന് കയറിയില്ല കളക്ടർക്ക് പോകുന്ന സിസ്റ്റം പോലെ ഒരു സിസ്റ്റം വഴിയാണ് ഇത് പോകുന്നതെങ്കിൽ, സാധാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോകുന്നൊരു സിസ്റ്റം വഴിയാണ് പോകുന്നതെങ്കിൽ അവിടെ ജീവനാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് മനസ്സിലാകണ്ടേ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയല്ല, ഇത് റിവേഴ്സ് ആയിരിക്കണം സിസ്റ്റം. താഴെ നല്ല സിസ്റ്റം മുകളിലോട്ട് പോകേണ്ടത്, മുകളിൽ നിന്നുള്ള സിസ്റ്റമാണ് ആദ്യം വർക്ക് ചെയ്യേണ്ടത്. ഒരു അപകടമുണ്ടായാൽ അതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കിയാൽ ഏറ്റവും മുകളിലെ സിസ്റ്റമാണ് ആദ്യം അവിടെ ഉണ്ടാവേണ്ടത്. ഏറ്റവും ഹയർ ഓഫീസറാണ് അവിടെ എത്തേണ്ടത്, ഹയർ സംവിധാനങ്ങളാണ് അവിടെ എത്തേണ്ടത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇവിടെ ആ സംവിധാനം കർണാടകത്തിലെ ഷിരൂരിൽ, അങ്കോളയ്ക്ക് സമീപമുള്ള ഷിരൂരിൽ ഇങ്ങനെ ഒരു അപകടം നടന്നപ്പോൾ ആ സംവിധാനം കർണാടകത്തിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്തില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. ഒടുവിൽ കേരള സർക്കാരിൽ നിന്ന് വിവരം കിട്ടിയതിന് ശേഷമാണ്, സർക്കാരിൽ നിന്ന് സർക്കാരിലേക്ക് വിവരം പാസ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു രക്ഷാപ്രവർത്തനം അവിടെ തുടങ്ങുവാനെങ്കിലും കഴിഞ്ഞിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഈ ബൈജു നേരത്തെ നൽകിയ വിവരമനുസരിച്ച് ഇനിയും രക്ഷാപ്രവർത്തനം തുടരും ഇന്ന് രാത്രിയും. ശ്രീ ഷാജി, ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ GPS സംവിധാനം അത്ര മോശമൊന്നുമല്ല ഇല്ലേ? ആ വാഹനങ്ങളുടെ പ്രത്യേകത അനുസരിച്ച് അതിന്റെ ഒരു ക്വാളിറ്റി കൂടുകയും ചെയ്യും ഇല്ലേ? ഇപ്പോൾ തേർഡ് പാർട്ടി, ചിലപ്പോൾ ചിലതിൽ തേർഡ് പാർട്ടി ആയിരിക്കും വെച്ചിരിക്കുന്നത്. ആദ്യത്തെ സംരംഭമാണ്. അപ്പൊ ഇതിന്റെ ബാലാരിഷ്ടതകളൊക്കെ നമ്മൾ ഒത്തിരി അനുഭവിച്ചതാണ്. അതുമാത്രമല്ല ഇനിയും അതിൻ്റെ അകത്തുണ്ട്. പക്ഷെ ഇത്രയധികം ഇവിടെ 3 കോടി വണ്ടി തന്നെ കേരളത്തിലുണ്ട്. അതിൽ ഒരു നല്ലൊരു ശതമാനം, ഏകദേശം നല്ലൊരു ശതമാനം ഈ പറഞ്ഞ പബ്ലിക് സർവീസ് വെഹിക്കിളാണ്. ആ വാഹനങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളാൻ കപ്പാസിറ്റിയുള്ള, അതിനെ മുഴുവൻ ഒരുമിച്ച് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇത് ഇന്ത്യയിൽ ആദ്യമാണ്. അത്രയ്ക്ക് വലിയൊരു വിപുലമായൊരു സംവിധാനമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഏതൊക്കെ വാഹനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്? എല്ലാ വാഹനങ്ങളിലും ഇല്ലല്ലോ ഇതിലിപ്പോൾ. ഇല്ല, അത് ഇപ്പോൾ സ്വകാര്യ വാഹനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്, ആംബുലൻസിനെ ഒഴിവാക്കിയിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഓട്ടോറിക്ഷകൾ അങ്ങനെയുള്ള ഇതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ചെറിയ. പിന്നെ ഇത് എല്ലാ പബ്ലിക് സർവീസ്, അതായത് പബ്ലിക് സർവീസ് എന്ന് പറയുമ്പോൾ പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്ന എല്ലാ വാഹനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഓട്ടോറിക്ഷ അങ്ങനെയുള്ള മാത്രമാണ് ഒഴിവാക്കിയിട്ടുള്ളൂ. ശരി, എന്തായാലും GPS സിഗ്നൽ കിട്ടിയിരുന്നു. അതനുസരിച്ചുള്ള ആ സിഗ്നൽ സംവിധാനം ട്രാക്ക് ചെയ്തുകൊണ്ടാണ് എവിടെയാണ് ലോറി കിടക്കുന്നത് എന്നുള്ള ലൊക്കേഷൻ കണ്ടെത്താൻ. ഒരു വാക്ക് ഞാൻ പറഞ്ഞു, ഈ അപകടം നടന്ന സ്ഥലത്ത് ഒരു VVIP കൂടി പെട്ടിരുന്നു എന്ന് വിചാരിക്കുക. എന്തായിരുന്നേനെ നമ്മുടെ സംവിധാനം പ്രവർത്തിക്കുന്നത്? നമ്മുടെ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കും? ഒരു VVIPയുടെ വാഹനം കൂടി അതിനകത്ത് പെട്ടുപോയി എന്ന് നമുക്കൊരു വിവരം കിട്ടി. ഇങ്ങനെ ആയിരിക്കുമോ സംവിധാനം? അല്ല. ഇത് മലയാളവും കേരളവും കർണാടകവും ലോറി ഡ്രൈവർ അങ്ങനെയൊന്നും അല്ല വിഷയം. ഇതൊരു സാധാരണ സംഭവമായി കണ്ടു. സാധാരണ ഒരു മണ്ണിടിച്ചിൽ, സാധാരണ പ്രോസസ്സ്. അതല്ല ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും ഡിസാസ്റ്റർ സംവിധാനവും അതല്ല. നമ്മൾ വില കൽപ്പിക്കുന്നതും അങ്ങനെയല്ല. അതിൻ്റെ ഒരു പ്രശ്നം സമൂഹം വളരെ ഗൗരവമായി ചർച്ച ചെയ്യണം. ആരൊക്കെയാണ് അപകടം പറ്റുന്നതെന്നനുസരിച്ചും കൂടിയാണ് പലപ്പോഴും നമ്മൾ സീരിയസ് ആയി ഈ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഒരു VVIPയോ അറ്റ്ലീസ്റ്റ് ഒരു VIP എങ്കിലും ആയിരുന്നെങ്കിൽ അവിടെ ആദ്യം ഓടിയെത്തുമായിരുന്നു? ലോക്കൽ പോലീസ് എത്തുമോ? ഹയർ പോലീസ് എത്തുമോ? ലോക്കൽ IAS ഓഫീസർ എത്തുമോ? ചെറിയ കളക്ടർ എത്തുമോ? വലിയ ഓഫീസർ എത്തുമോ? ലോറി ഉടമയായ മനാഫിന് പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടായ ഒരു ദുരനുഭവം കൂടി അത് അദ്ദേഹം പറഞ്ഞപ്പോൾ വലിയ വിഷമം ഉണ്ടായി അല്ലേ? അങ്ങനെ ഒരു ഈ കാലത്തും പോലീസ് സ്റ്റേഷനുകളിൽ ചെല്ലുമ്പോൾ അതിന്റെ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പോലും അതിന്റെ ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങിയില്ല. ഇത്രയും ഈ സംവിധാനങ്ങൾ പോലും അതിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആ ലോറിയിൽ. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എമർജൻസി കൺട്രോൾ റൂം അടക്കം തുറക്കുകയും ഇങ്ങോട്ട് നമ്മളിപ്പോൾ വിദേശ രാജ്യങ്ങളൊക്കെ കാണുന്നില്ലേ എന്തെല്ലാം എവിടെയെല്ലാം കുടുങ്ങുന്നു. അപ്പോൾ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൺട്രോൾ റൂമുകൾ തുറക്കുകയും നമ്പറുകൾ തരികയും എന്തെല്ലാം ചെയ്യുന്നുണ്ട് സാറേ. എന്തെല്ലാം സംവിധാനങ്ങളുള്ള ലോകത്താ. ഒരു ആംബുലൻസ് പോലും കണ്ടില്ല, ഞാൻ പിക്ചറിൽ കണ്ടു. അതെ, എന്തെല്ലാം സംവിധാനം ഒരുക്കും സാറേ. ഇതിപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് അങ്ങോട്ട് എന്ന് പറയുകയാണ് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന്. ഇത് ഇങ്ങോട്ടല്ലേ പറയേണ്ടത്? എനിക്ക് ആ മണ്ണെടുക്കുന്നത് തന്നെ സാറിന് മണ്ണ് അവിടെ നിന്ന് JCBയിൽ കോരി JCB ഓടി ലോറിയിൽ പാക്ക് ചെയ്യുന്നത്. അപ്പൊ അത്രയും സമയം പോകും. ഇത് ഒരു JCBയിൽ നിന്ന് വകഞ്ഞു മാറ്റി ഇട്ടിട്ട് അടുത്ത JCB കൊണ്ട് വാരി എടുക്കുമായിരിക്കും കുറച്ചും കൂടി എളുപ്പം. നമുക്ക് പ്രായോഗികമായിട്ട് സ്ഥലത്തേക്ക് ഇതിനകത്ത് ജീവനുള്ളൊരു ആളുകൾ ഉണ്ട് എന്നുള്ള ഒരു ബോധവും ആ ജീവന് വലിയ വിലയുണ്ടെന്നുള്ളൊരു ബോധവും ഇത് കോർഡിനേറ്റ് ചെയ്യുന്നവർക്ക് ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു. പല ഒന്നും നടന്നില്ല. ഇന്ന് രാവിലെ മാധ്യമങ്ങൾ ഈ വാർത്ത നൽകിയതിനു ശേഷമാണ് ഇങ്ങനെയെങ്കിലും ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. രാവിലെ കേട്ട കുറേയേറെ പ്രതികരണങ്ങളുണ്ട്. അതിൽ ഈ
കാണാതായ അർജുന്റെ കുടുംബത്തിന്റെ പ്രതികരണം ഉണ്ടായിരുന്നു. അവർ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് ഈ ഒരു ദുഃഖത്തിനിടയിലും എങ്ങനെയാണ് അർജുനെ കാണാതായ ആ ദിവസത്തെ കാര്യങ്ങൾ എന്നെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ആ പ്രതികരണം, ഒപ്പം തന്നെ മറ്റധികാരികളുടെ പ്രതികരണം ഇതുകൂടി കണ്ടു നോക്കാം. ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഒരു വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്, മൂപ്പര് ഫോൺ നോക്കിയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട മേഖലയാണോ? നഗരത്തിനടുത്തോ മറ്റോ ആണോ? നാഷണൽ ഹൈവേ ആണ്. നാഷണൽ ഹൈവേ ആണ്, കുറച്ച് ഉൾഭാഗമാണ്. എഫ്ഐആർ അവർ സ്വീകരിച്ചിട്ടില്ല. എഫ്ഐആർ അവിടെ സ്വീകരിച്ചിട്ടില്ല. പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് അവര് പറയുന്നത്? അവിടെ ഉള്ളത് വണ്ടി വാഹന ഒഫീഷ്യൽ ഒഫീഷ്യലായിട്ട് ഇവിടെ ഉള്ളത്. പോലീസിന്റെ ഭാഗത്ത് ഒരു സർക്കിളുണ്ട്. കർണാടകയിലെ അങ്കോളയിൽ അർജുൻ എന്ന പേരായിട്ടുള്ളൊരു കോഴിക്കോട് സ്വദേശി, അദ്ദേഹത്തിന്റെ 12 വീല് ലോറിയും തടിയും അപകടത്തിൽപ്പെട്ടു എന്നൊരു പ്രശ്നം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താവുന്ന വിധത്തിൽ അറിയിച്ചു. ഉടനടി സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ നിന്നും അതിൻ്റെ ഭാഗമായിട്ടുള്ള STMAയിൽ നിന്നും ഞങ്ങളുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കർണാടക ഗവൺമെൻറ്റിന് അടിയന്തരമായിട്ടുള്ള സന്ദേശം പോയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. തെരച്ചിൽ വേണ്ടത്ര വേഗതയിലാകുന്നില്ല എന്ന് അവരുടെ ബന്ധുക്കൾക്കും അവരുടെ യൂണിയൻകാർക്കുമുള്ള പരാതി ഞങ്ങൾ അവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും വേഗതയിൽ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാം എന്നവരിപ്പോൾ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്തിരുന്നു രാവിലെ. ഇന്നലെ വിളിച്ചപ്പോഴും എനിക്ക് റിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ആരും വിശ്വസിച്ചില്ല. പക്ഷെ ഇന്നും റിങ് കിട്ടി ഞങ്ങൾക്ക് രാവിലെ. ഏട്ടന് ഫുള്ള് റിങ് അടിച്ചു, പക്ഷെ ആരും എടുത്തില്ല അവിടുന്ന്. പിന്നെ സ്വിച്ച് ഓഫ് ആണ് കാണിക്കുന്നത്. പിന്നെ വണ്ടി ഇന്നലെ വരെ ഓണാണ്, എഞ്ചിൻ ഓണാണ് ഇന്നലെ രാത്രിയൊക്കെ വണ്ടി. സർക്കാരുകൾ സംസ്ഥാന സർക്കാർ ബന്ധപ്പെടുന്നുണ്ട്, അവിടുത്തെ സർക്കാർ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ അവിടുത്തെ റെസ്ക്യൂ ഇപ്പോഴും സ്ലോ ആണ്. ഇന്നലെ നടന്ന അതേപോലെ തന്നെയാണ് ഇന്നും അവിടെ നടക്കുന്നത്. ഹിറ്റാച്ചി ഒക്കെ കുറവാണ്. ഒരു ഡിഫൻസ് ഇടപെട്ടാലേ എന്തെങ്കിലും നടക്കുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. അവിടെയുള്ള ഞങ്ങളെ ബന്ധുക്കളും പറയുന്നത് അങ്ങനെ തന്നെയാണ്. അല്ലാതെ മണ്ണ് മാറ്റിയാലും സ്ലോ ആയിട്ടാണ്, മണ്ണ് മാറ്റുന്നൊക്കെ സ്ലോ ആണ്. അത് ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് അവർ എത്തിപ്പെടുന്നില്ല. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾ പറഞ്ഞ സ്ഥലത്ത് അവർ വരണം. അർജുന്റെ ഭാര്യയുടെ പ്രതികരണമാണ് ആ കേട്ടത്. അവർ തന്നെ ഇക്കാര്യത്തിൽ ഒരു ആശങ്ക പറഞ്ഞിരുന്നു. അത് മാത്രമല്ല, ബന്ധുക്കൾ അവിടെ പോയി, ആ സ്ഥലത്ത് പോയി പോലും ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ട് പോലും ഇല്ലേ ശ്രീ സുഭാഷ് ചന്ദ്രബോസ്? അതാണ് ഞാൻ പറഞ്ഞല്ലോ, ഡിഫൻസ് വേണമെന്ന് വൈഫാണ് പറയുന്നത്. ഡിഫൻസ് വേണമെന്ന് തീരുമാനിക്കേണ്ട സിസ്റ്റമാണെന്നേ. നമ്മുടെ സിസ്റ്റമാണ് വളരെ പെട്ടെന്ന് അവിടെ എത്തുകയും സിസ്റ്റം അതനുസരിച്ചുള്ള ആളുകളെയും, ഞാനതിൽ പറഞ്ഞു, നമ്മൾ സിയാച്ചിനിലും മഞ്ഞുമലകളിലും ഒക്കെ പോയി ആളുകളെ രക്ഷിച്ചുകൊണ്ട് വരുന്ന രാജ്യമല്ലേ ഇത്. ചെറിയ രാജ്യവും ചെറിയ സംവിധാനവും അല്ലല്ലോ നമുക്കുള്ളത്. അപ്പോൾ ആ ഗ്രാവിറ്റി വന്നോ എന്നുള്ളതാണ് എൻ്റെ സംശയം. ഈ അപകടത്തിന് ആ ഗ്രാവിറ്റി കണ്ടോ? വിക്ടിം റിക്വസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഇത് വിക്ടിം പോകുന്നു, പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, ഇവിടെ ഇരുന്ന് ഭാര്യ പത്രക്കാരോട് പറയുന്നു, പത്രക്കാർക്ക് അത് വലിയ വാർത്തയാക്കുന്നു, മന്ത്രി പറയുന്നു, ഇവിടെ നിന്ന് ഫാക്സ് അയക്കുന്നു, ഇവിടെ നിന്ന് നല്ല സമ്മർദ്ദം കൊടുക്കുന്നു, MP-മാർ ഇടപെടുന്നു. അങ്ങനെ ചെയ്യേണ്ടതാണോ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്രോഗ്രാം? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വേറൊരു തലത്തിലേക്കുള്ളൊരു പരിപാടിയായിട്ട് രാജ്യത്ത് വ്യാപിപ്പിച്ച് വച്ചിരിക്കുകയല്ലേ. പൈസയിലേക്ക് പ്രശ്നമുണ്ടോ? പൈസയ്ക്ക് പ്രശ്നമുണ്ടോ? ഇല്ല. സാമ്പത്തികം പെട്ടെന്ന് മൊബിലൈസ് ചെയ്യാം, ആളുകളെ മൊബിലൈസ് ചെയ്യാം, ഏത് ഓഫീസറെയും വിളിക്കാം, ഏത് സംവിധാനവും കൊണ്ടുവരാം, ഏത് മിഷനും കൊണ്ടുവരാം. ഇനി സർക്കാരിൽ മിഷൻ ഇല്ലെങ്കിൽ, പ്രൈവറ്റ് ആളുകളിൽ മിഷൻ ഇല്ലെങ്കിൽ മിഷൻ പിടിച്ചെടുക്കാം. അവർ കൊടുക്കാൻ ലോറി ഓണേഴ്സ് വെൽഫെയർ ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റായ ഹംസ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഹംസ, എങ്ങനെ ഈ രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളാണ് താങ്കൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ഈ കഴിഞ്ഞ 3 ദിവസത്തെ ഒരു അനാസ്ഥ അത് ഇത്രയും ഈ കാര്യം വഷളാക്കുവാനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചു അല്ലേ? ഹലോ ഹംസ, കേൾക്കുന്നുണ്ടോ? എങ്ങനെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ? താങ്കൾ കോഴിക്കോടാണല്ലോ. എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയും ട്രാൻസ്പോർട്ട് മിനിസ്റ്ററും അതുപോലെ പ്രതിപക്ഷ നേതാവും എല്ലാം കർണാടക സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപ്രകാരം കർണാടക ഉപമുഖ്യമന്ത്രി അതിന് വേണ്ട ഡയറക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എങ്കിലും ആ പ്രദേശത്തിന്റെ കിടപ്പ് അനുസരിച്ച് അതൊരു വല്ലാത്തൊരു ദുർഘടമായ അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. അത്രയും വലിയ ക്വാണ്ടിറ്റിയിൽ മണ്ണ് ഇടിഞ്ഞു കിടക്കുകയാണ്. ഇപ്പം നമ്മുടെ ലഭ്യമായ ഉപകരണങ്ങൾ വെച്ചിട്ട് ആ മണ്ണ് പെട്ടെന്ന് നീക്കം ചെയ്യുക എന്ന് പറഞ്ഞത് വളരെ അസാധ്യമാണ്. അത് അതിന് വലിയ രീതിയിലുള്ള ഇറ്റാച്ചി പോലത്തെ മറ്റ് വസ്തുക്കളൊക്കെ വേണം. ഇതൊക്കെ ഉണ്ടായാലും ഇപ്പോഴും നല്ല തരത്തിലുള്ള മഴ തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്നാണ് നമുക്ക് ആ പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് കിട്ടിയത്. വളരെ ശ്രമകരമായ ഒരു ജോലിയിൽ കൂടി മാത്രമേ ഇത് നീക്കം ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുന്നതാണ് വല്ലാത്തൊരു വിഷയമായിട്ട് കിടക്കുന്നത്. ഇപ്പം ഗവൺമെന്റ് പരമാവധി ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അത് ഈ പറയുന്ന ലൊക്കേഷനിലേക്ക്
ഈ ഉപകരണങ്ങളുമായിട്ട് എത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ള വിവരം കിട്ടുന്നുണ്ട്. അതിനിടയ്ക്ക് GPS-ഉം അദ്ദേഹത്തിന്റെ ഫോണൊക്കെ അടിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പറയാൻ കഴിയില്ല. കാരണം ആ ഒരിക്കലും ഒരു ആ പ്രദേശത്തിലേക്ക് അടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. ഇനി എത്രമാത്രം ഗവൺമെന്റ് ഏതൊക്കെ തരത്തിൽ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ സൈനിക സഹായം വേണ്ടി വരുമോ എന്നൊക്കെ ഉള്ളത് ഗവൺമെന്റ് തലത്തിലും അതിന്റെ മറ്റു രീതികളൊക്കെ ആലോചിച്ച് ചെയ്യേണ്ടതാണ്. നമുക്ക് കിട്ടിയ വിവരം അതാണ്. ഇപ്പോഴും ഒരു നോട്ട് നോളാണ്. എത്രമാത്രം വണ്ടികൾ ഉണ്ട് എന്നറിയില്ല. ഈ വണ്ടി തന്നെ ഒരു 10-25 ടണ്ണുള്ള ലോഡ് കയറ്റിയിട്ടാണ് ഇത് വരുന്നത്. ഇത് കോഴിക്കോട് ഭാഗത്തേക്കാണ് വരേണ്ടത്. ഏകദേശം ഇവിടുന്ന് 500 കിലോമീറ്റർ, കോഴിക്കോട് നിന്ന് 500-600 കിലോമീറ്ററോളം വരുന്ന പ്രദേശത്താണ് ഇപ്പം നിലനിൽക്കുന്നത്. ഇതാണ് നമുക്ക് കിട്ടിയ വിവരം. ശരി 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 ഹംസ. എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്, മണ്ണ് മാറ്റുന്ന ജോലികൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ഒട്ടും ശ്രദ്ധിക്കാതെ പോയി എന്നുള്ള വിഷമകരമായ ഒരു കാര്യമുണ്ട്. ഒടുവിൽ സംസ്ഥാന സർക്കാരും കർണാടക സർക്കാരും നേരിട്ട് ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഇത്തരത്തിൽ ഇന്ന് രാവിലെയെങ്കിലും ഇത്തരത്തിൽ മണ്ണ് മാറ്റുന്നതിനുള്ള ജോലികൾ തുടങ്ങിയത് തന്നെ. അർജുനെ സുരക്ഷിതമായി കണ്ടെത്താൻ കഴിയട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ആശ്വസിക്കാം. അടുത്തതായിട്ട് അടുത്ത ബുള്ളറ്റുകളിലും ഈ വാർത്തകളുടെ അപ്ഡേറ്റ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.